എല്ലാവർക്കും എന്താ പാർട്ട് 4ലേക്ക് സ്വാഗതം. ഒന്നുമില്ല, ഇത് പാർട്ട് 3 ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു. ബട്ട് അതെന്താ ഭയങ്കര ലെങ്തി എന്നതുകൊണ്ട് ഇത് ഞാൻ പാർട്ട് 4 അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. ആൻഡ് ഇത് ഞാൻ കൂടുതൽ ബ്ലാ 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 എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ സമയം കളയണില്ല. ഞാൻ ഇതിനെ പറ്റി ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ തരാം. ഈ പാർട്ടിൽ നിന്നും മോർ ക്വസ്റ്റ്യൻ വരിക കൺസെപ്റ്റലായിട്ടാണ്. സോ നമ്മൾ കൺസെപ്റ്റലായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇതിൽ നിന്ന് 2-3 തിയറീസ് ഉണ്ട്, അത് നോക്കുന്നുണ്ട്. ഈ തിയറിയും കൺസെപ്റ്റും ഒക്കെ അപ്ലൈ ചെയ്യേണ്ട എവിടെയാ? ന്യൂമറിക്കൽസ്. അത് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, നമുക്ക് പാർട്ടിലേക്ക് പോയിക്കൂടെ? നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക, ഇത് ലാസ്റ്റ് പാർട്ടാണ്. ഇതുകൂടി പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ഒരുവിധം കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്ത് ഇതിൽ നിന്ന് നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻ കൂടി ചെയ്താൽ മാത്രം മതി നമുക്ക് എങ്ങനെ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന രീതിക്കാണ് നിങ്ങൾ പഠിച്ചത്. സെറ്റല്ലേ? നമ്മൾ പാഠത്തിലേക്ക് പോയിക്കൂടെ? ഒന്നുമില്ല, ഫസ്റ്റ് നമ്മൾ ഇതിൽ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ചേഞ്ചാണ്. ഒന്നുമില്ല, ശ്രദ്ധിച്ചോ. സോളിഡ് സ്റ്റേറ്റിൽ നിന്നും ലിക്വിഡ് സ്റ്റേറ്റിലേക്കും ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും ഗ്യാസ് സ്റ്റേറ്റിലേക്കും ഒക്കെ മാറുന്നതിനെ, അതിന് ഓപ്പോസിറ്റ് മാറുന്നതിന് നമ്മൾ ഓരോ ടേം പഠിക്കും. ഇതിൽ നിന്ന് തിയറി ആയിട്ട് 1-2 ക്വസ്റ്റ്യനോ വന്നാലായി ഉള്ളൂ. ബട്ട് ഈ ടേംസ് ഒക്കെ നിങ്ങൾക്ക് എന്തിനാവശ്യമുണ്ട്? ന്യൂമറിക്കൽസ് ആവശ്യമുണ്ട്. സോ ഇത് പഠിക്കുക, സിമ്പിളാണ്. സോളിഡിൽ നിന്നും ഡയറക്റ്റ് ലിക്വിഡ് ആകുന്നതിന് പറയുന്ന പേരാണ് എന്ത്? മെൽറ്റിംഗ് അഥവാ ഫ്യൂഷൻ. നിങ്ങൾക്കറിയാം. ലിക്വിഡിൽ നിന്നും ഡയറക്റ്റ് ഗ്യാസ് ആവുന്ന സ്റ്റേജിനെ നമ്മൾ എന്തിനു പറയാം? വേപ്പറൈസേഷൻ. അതും നിങ്ങൾക്കറിയാം. ആൻഡ് ഗ്യാസിൽ നിന്നും ഡയറക്റ്റ് സോളിഡ് ആകുന്നതിന് പറയുന്ന പേരാണ് എന്ത്? ഡെപ്പോസിഷൻ അഥവാ ഡീസബ്ലിമേഷൻ. ഡെപ്പോസിഷൻ അഥവാ ഡീസബ്ലിമേഷൻ ഓർത്ത് വെക്കുക. ആൻഡ് അതിന് ഉൾട്ടോന്ന് ചിന്തിച്ചേ. ഗ്യാസ് സ്റ്റേറ്റിൽ നിന്നും ഡയറക്റ്റ് ലിക്വിഡ് ആകുന്നതിന് പറയുന്ന പേരാണ് എന്താ? കണ്ടൻസേഷൻ. ഓർത്ത് വെക്കുക. ലിക്വിഡിൽ നിന്നും ഡയറക്റ്റ് സോളിഡ് ആകുന്നതിന് പറയുന്ന പേരാണ് ഫ്രീസിങ് അഥവാ സോളിഡിഫിക്കേഷൻ. ആൻഡ് സോളിഡിൽ നിന്നും ഡയറക്റ്റ് ഗ്യാസ് ആകുന്ന പറയുന്ന പേരാണ് എന്താ? സബ്ലിമേഷൻ. നിങ്ങൾ ഇതുപോലെ തന്നെ എഴുതി വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നോട്ടിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഓർക്കാൻ സിമ്പിൾ ആയിരിക്കും, ഈസി ടു റിമെമ്പർ ആണ്. സോ ഇത് എഴുതി വെക്കാം. ഇതിൽ 2 ടേം ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഒന്നാമത്തെ ടേം സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ? ഒന്നുമില്ല, സോളിഡ് സ്റ്റേറ്റിൽ നിന്നും ഡയറക്റ്റ് ഗ്യാസ് സ്റ്റേറ്റിലേക്ക്. ദർ ഈസ് നോ ലിക്വിഡ് സ്റ്റേറ്റ് ബിറ്റ്വീൻ സോളിഡ് സ്റ്റേറ്റ് ആൻഡ് ഗ്യാസ് സ്റ്റേറ്റ്. നിങ്ങൾ വെള്ളം ഒരിക്കുന്ന കണ്ടില്ല? ഐസ് ഉരുകി വെള്ളമായി, വെള്ളം ചൂടായി വേപ്പറായി. അതിന് എന്തുണ്ട്? ആ വെള്ളത്തിന് സോളിഡ് സ്റ്റേറ്റ് ഉണ്ട്, ലിക്വിഡ് സ്റ്റേറ്റ് ഉണ്ട്, ഗ്യാസ് സ്റ്റേറ്റ് ഉണ്ട്. അതേ സ്ഥാനത്ത് ചിലതെന്താ? സോളിഡിൽ നിന്നും ലിക്വിഡ് ആകാതെ ഡയറക്റ്റ് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് പോകും. അതിനെ പറയുന്ന പേരാണ്, അങ്ങനെയുള്ള സാധനത്തിന് പറയുന്ന പേരാണ് എന്ത്? ആ പ്രോസസ്സിനെ പറയുന്നതാണ് സബ്ലിമേഷൻ. ഇതിൻ്റെ എക്സാമ്പിൾ നോക്കിക്കൂടെ? എക്സാമ്പിൾ ഒന്നുമില്ലടാ. ഒന്നാമത്തെ എക്സാമ്പിളാണ് ഡ്രൈ ഐസ്. നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. ചില ഡ്രിങ്ക്സിനൊക്കെ പുക വരുന്ന രീതിക്കും, അല്ലാതെ ചില വലിയ ബിസിനസ് ഹോട്ടലുകളിലൊക്കെ ഡിഷിൻ്റെ മുകളിൽ നിന്ന് പുക വരുന്ന രീതിക്കൊക്കെ ഓരോ സാധനം ഉണ്ടാവില്ല. നല്ല പുക വരും, തുറക്കുമ്പോൾ തന്നെ പുക വരിക. അതിൻ്റെ ഉള്ളിൽ ഇടുന്ന സാധനമാണ് എന്താ? ഡ്രൈ ഐസ് അഥവാ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓർത്ത് വെക്കാൻ എന്തേ പണിയുണ്ടോ? ഇല്ല, സിമ്പിൾ. അല്ലാത്തെന്ത്? ക്യാംഫർ ഉണ്ട്, ക്യാംഫർ ആൻഡ് നാഫ്തലീൻ ഇതിന് എക്സാമ്പിളാണ്. സോ ഇത് ഓർത്ത് വെക്കാൻ വലിയ പണിയൊന്നും ഇല്ലാതെ ഒന്നുമില്ല. അടുത്ത 2ാമതാണ് ഡെപ്പോസിഷൻ. ഡെപ്പോസിഷൻ. ഈ ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റേറ്റിൽ നിന്നും ഡയറക്റ്റ് സോളിഡ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ ദർ ഈസ് നോ ലിക്വിഡ് സ്റ്റേറ്റ് ബിറ്റ്വീൻ ഗ്യാസ് സ്റ്റേറ്റ് ആൻഡ് സോളിഡ് സ്റ്റേറ്റ്. ഇതിന് എക്സാമ്പിളാണ് ഒന്നുമില്ല, FORST. ഈ ഫ്രോസ്റ്റ് നിങ്ങൾക്കറിയാം, ഞാൻ പഠിക്കുന്നത് NIT ശ്രീനഗറാണ്. അതെവിടെയാ? കാശ്മീരാണ്. സോ ഞാൻ ഈ തണുപ്പ് സമയമാകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ഇലകളിലൊക്കെ ഈ മഞ്ഞ് വീണ പോലെ കാണലുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ സ്നോ വീണതാണ്, സ്നോഫോൾ സംഭവിച്ചാണെന്ന്. ബട്ട് അതല്ല. ഈ തണുപ്പാകുമ്പോൾ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ കുറവല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഇലകളിലെ സർഫസിൽ എന്തായിരിക്കും? ടെമ്പറേച്ചർ കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഗ്യാസ് മോളിക്യൂൾസ് ഇല്ലേ, അതെന്താവും? ഡയറക്റ്റ് എന്താവും? ഐസാവും. സോ അതിനെ പറയുന്ന പേരാണ് എന്ത്? ഈ ഫ്രോസ്റ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്കത് കാണണമെങ്കിൽ എന്ത് ചെയ്യുക? എൻ്റെ ഇൻസ്റ്റഗ്രാം ഹൈലൈറ്റ് എടുത്ത് നോക്കിയാൽ മതി. അതിൽ കാശ്മീർ ഹൈലൈറ്റ്സിൽ ഞാൻ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ എക്സാമ്പിളാണ് ഫ്രോസ്റ്റ് ഓൺ. നിങ്ങൾക്ക് ഇങ്ങനെ ഏതാ? ലീവ് സർഫസ്. സിമ്പിൾ അല്ലേ? മനസ്സിലായില്ലേ? ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ടേംസ് ഒക്കെ ആലോചിക്കുക. നമുക്കിനി എന്താക്കാം? അടുത്ത കൺസെപ്റ്റിലേക്ക് പോയിക്കൂടെ? ലെറ്റ്സ് ഗോ. അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് എന്താ? ലാറ്റന്റ് ഹീറ്റ്. ഇതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കൺസെപ്റ്റിലാണ്. ബട്ട് നമ്മുടെ കുട്ടിക്ക് ഇത് ഭയങ്കര സിമ്പിൾ ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പാർട്ട് 1 പഠിച്ചു, പാർട്ട് 2 പഠിച്ചു, പാർട്ട് 3 പഠിച്ചു. കൺസെപ്റ്റ് നമ്മളെ പക്കായി. ഇനിയിപ്പോൾ എന്താ? ഈ ലാറ്റന്റ് ഹീറ്റ് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് കേട്ടോ, നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഒന്നുമില്ലടാ, ഞാൻ നിങ്ങളുടെ അടുത്ത് എന്ത് തരുന്നു? ഒരു -10 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഐസ് തരുന്നു. കുറച്ച് സമയത്തിന് ശേഷം അത് വെള്ളമാവുമല്ലോ. ഈ വെള്ളം ഒരു 10 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെള്ളമായി എന്ന് വെച്ചോ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഐസ് ഡയറക്റ്റ് വെള്ളമാവുകയാണോ ചെയ്യുന്നത്? അല്ല, അതിൻ്റെ ഇടയിൽ കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക, എളുപ്പമാണ്. ഈ -10 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഐസ് ആദ്യം എന്താവുക എന്നറിയാം നിങ്ങൾ? 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഐസ് ആവുക. അതിന് ശേഷം അതെന്താവുക എന്നറിയാം നിങ്ങൾ?
1 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ ആണ് ആവുക? അല്ല. അതാണ് ഞാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ഇതെന്താവുക? 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെള്ളമായിട്ടാണ് മാറുക. ഒരിക്കലും 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഐസ് 1 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ ആയിട്ടല്ല ആവുക. 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ ആയിട്ടാവുക. അത് കുറച്ച് നേരത്തേക്കുണ്ടാവും. ഇതെന്ത് ചെയ്യും? എന്നിട്ട് 10 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ ആയിട്ട് മാറും. ഇതാണ് എന്ത് ഇവിടെ നടക്കുന്ന പ്രോസസ്സ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെള്ളം 10 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെള്ളം ആവുമ്പോൾ അവിടെ ഹീറ്റ് അബ്സോർബ് ചെയ്യുമല്ലോ. ആ ഹീറ്റ് എന്തിനൊക്കെ പ്രൊപ്പോർഷണൽ ആയിരുന്നു? എമ്മിനും ഡെൽറ്റ ടിക്കും പ്രൊപ്പോർഷണൽ ആയിരുന്നു. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് എന്ത്? എസ്. ഇതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇത് നമ്മൾ പഠിച്ചു അല്ലേ? ഇത് നിങ്ങൾക്ക് സിമ്പിളാണ്. അതേ സ്ഥാനത്ത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ എന്താ സംഭവിക്കണത്? ഇവിടെ 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഐസ് 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെള്ളമായി. ബട്ട് അവിടെ എന്ത് സംഭവിച്ചു? അവിടെ അതിൻ്റെ സ്റ്റേറ്റ് മാറി. കാരണം ഇവിടെ സോളിഡിൽ നിന്നും എന്ത് സംഭവിച്ചു? ഇത് ലിക്വിഡായി. ബട്ട് ഇവിടെ നിങ്ങൾ ഉണ്ടാകുന്ന ഹീറ്റ് എന്തായാലും അബ്സോർബ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. കാരണം അതിൻ്റെ സ്റ്റേറ്റ് മാറിയല്ലോ. ഹീറ്റ് എന്തായാലും ഡെൽറ്റ ക്യൂ അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഈ ഡെൽറ്റ ക്യൂ നിങ്ങൾ പറയാം എന്തിനൊക്കെ പ്രൊപ്പോർഷനല്ല? മാസിന് പ്രൊപ്പോർഷനല്ല. ബട്ട് അത് അവിടെ എന്തെങ്കിലും ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷനാണോ? കാരണം അവിടെ ഡെൽറ്റ ടി എന്തെങ്കിലും ഉണ്ടോ? കാരണം ഇവിടെ 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഐസ് 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടറാണ് ആയത്. അവിടെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡേ ചെയ്യണില്ല. സോ അത് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല. സോ ഈ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു എൽ ഇൻറ്റു എം. കാരണം പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെ പ്രൊപ്പോർഷണൽ മാറ്റണമെങ്കിൽ നമ്മൾ കോൺസ്റ്റന്റോട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ എല്ലാണ് എന്തടാ? ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഈ സോളിഡിൽ നിന്നും ലിക്വിഡിലേക്ക് മാറി. ബട്ട് അതിൻ്റെ ടെമ്പറേച്ചർ മാറിയില്ല. അപ്പോൾ ഉണ്ടാകുന്ന അവിടെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതോ റിലീസോ ചെയ്യുന്ന, കാരണം ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതോ റിലീസോ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ വാട്ടറിന് ഐസാക്കുമ്പോൾ 0 ഡിഗ്രിയുള്ള വാട്ടർ ഡയറക്റ്റ് 0 ഡിഗ്രിയുള്ള ഐസാവുക. അല്ലാതെ 1 ഡിഗ്രിയുള്ള വാട്ടർ ഡയറക്റ്റ് 0 ഡിഗ്രി ഐസാവല്ല ചെയ്യുക. 0 ഡിഗ്രിയുള്ള വാട്ടറാണ് 0 ഡിഗ്രിയുള്ള ഐസാവുക. അപ്പോൾ എന്താകും? അത് ഹീറ്റ് എന്താക്കും? റിലീസ് ചെയ്യും. സോ അങ്ങനെയായിട്ടുള്ള എന്തിനെ ഹീറ്റിനെയാണ് എന്ത് പറയുന്നത്? ലേറ്റന്റ് ഹീറ്റ്. ഈ ലേറ്റന്റിന്റെ വേർഡിന്റെ അർത്ഥം എന്താ പറയുക നിങ്ങൾക്ക്? ലേറ്റന്റ് മീൻസ് ഹിഡൻ എന്നാണ് അർത്ഥം. സോ ഇങ്ങനെ ഹിഡൻ ആയിട്ട് കിടക്കുന്ന സ്റ്റേറ്റ് ചേഞ്ചിന്റെ സമയത്ത് ഹിഡനായി കിടക്കുന്ന ഹീറ്റാണ് എന്ത്? ലേറ്റന്റ് ഹീറ്റ്. ഇതിന്റെ തിയറി ഇനിയിപ്പോൾ സിമ്പിൾ അല്ലടാ, ഒന്നുമില്ല. ഹീറ്റ് അബ്സോർബ്ഡ് or released during എപ്പോഴാ? ഡ്യൂറിങ് സ്റ്റേറ്റ് ചേഞ്ച്. കാരണം സ്റ്റേറ്റ് ചേഞ്ച് നമ്മൾ ആദ്യം എന്താണെന്ന് പഠിച്ചു? സോളിഡ് സ്റ്റേറ്റിൽ നിന്നും ലിക്വിഡ്, അല്ലെങ്കിൽ ലിക്വിഡിൽ നിന്ന് ഗ്യാസിൽ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഐസ് 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടറാണ് ആവുക. സോ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഐസിൽ സോളിഡിൽ നിന്നും ലിക്വിഡിലേക്ക് മാറി. കാരണം വാട്ടർ ലിക്വിഡാണ്, ഐസിൽ സോളിഡാണ്. സോ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് ഇനിയാണ് ഞാൻ പറയുന്നത്. ഈ ലേറ്റന്റ് ഹീറ്റ് എന്തിനാണെന്ന് അവർ ഉപയോഗിക്കുക? സോളിഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് പഠിച്ചു? മോളിക്യൂൾസ് ഒക്കെ ഇങ്ങനെ അടുത്താണെന്ന് പഠിച്ചു. ലിക്വിഡ് ആണെങ്കിൽ മോളിക്യൂൾസ് തമ്മിൽ കുറച്ച് വിട്ടാണ് നമുക്കറിയാം, ബേസിക് ആയിട്ടുള്ള സാധനം. സോ ഇവർ തമ്മിലുള്ള ബോണ്ടില്ലേ അത് പൊട്ടിക്കാനാണ് ഹീറ്റ് ഉപയോഗിക്കുക. അതേ സ്ഥാനത്ത് ഇവിടെ എന്തിനാ ഹീറ്റ് ഉപയോഗിക്കുക? ഇവിടെ കൊടുക്കുന്ന ഹീറ്റ്, കാരണം 0 ഡിഗ്രിയുള്ള വാട്ടർ ഐസ് വെള്ളം എന്തായി? 10 ഡിഗ്രിയുള്ള വെള്ളമായി. സോ അവിടെ ഹീറ്റ് ഉപയോഗിക്കുക അതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടാനും, ഇവിടെ ഹീറ്റ് ഉപയോഗിക്കുക അതിൻ്റെ ബോണ്ട് തമ്മിൽ എന്താക്കാൻ? പൊട്ടിക്കാനുമാണ്. ഇത്രയേ ഉള്ളൂ. മൊത്തം മനസ്സിലായില്ലേ? ഇതിൽ ഒരു ഡൗട്ടും ഇല്ലാലോ. ഞാൻ ഒന്നുകൂടി പറയുന്നത് നിങ്ങൾക്ക് തലയിൽ നിന്നോട്ടെ എന്ന് വെച്ചിട്ടാ. സോ സ്റ്റേറ്റ് ചേഞ്ചിൻ്റെ സമയത്ത് ഹീറ്റ് അബ്സോർബോ റിലീസോ ചെയ്യുമ്പോൾ അബ്സോർബ് ചെയ്യുന്ന റിലീസോ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എന്ത്? ലാറ്റന്റ് ഹീറ്റ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ചേഞ്ച് സംഭവിക്കുന്നില്ല. കാരണം ലിക്വിഡ് തന്നെയാവുന്നത്. അവിടെ എന്താക്കുന്നത്? ഹീറ്റ് ടെമ്പറേച്ചർ കൂട്ടാനാണ് ഉപയോഗിക്കുന്നത്. സോ അതിനെയാണ് എന്ത് പറയുക? സ്പെസിഫിക് ഹീറ്റിൻ്റെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, യൂണിറ്റ് മാസുള്ള വസ്തുവിൻ്റെ യൂണിറ്റ് ടെമ്പറേച്ചർ കൂട്ടാൻ ഉപയോഗിക്കുന്ന ഹീറ്റിൻ്റെ എന്ത് പറയുക? സ്പെസിഫിക് ഹീറ്റ്. അതേ സ്ഥാനത്ത് ഇതോ അവിടെ സോളിഡ് സ്റ്റേറ്റ് ചേഞ്ച് സമയത്ത് ഹീറ്റ് അബ്സോർബർ റിലീസ് ചെയ്യുന്നതിനല്ലേ പറയുക? പക്ക അല്ലേ? ഇവിടെ ഒരു പോയിന്റ് കൂടി എഴുതി കൂടെ. ഇൻ കേസ് ഇവിടെ ടെമ്പറേച്ചർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ലേറ്റന്റ് ഹീറ്റിന്റെ കേസിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോയി കൂടെ? ലെറ്റ്സ് ഗോ. മനസ്സിലായില്ലടാ? സിമ്പിൾ അല്ലേ? ഇത് മനസ്സിലായില്ലേ? പക്കായിട്ട് ഇത് മനസ്സിലാവണം. കാരണം ഇതിൽ നിന്ന് ന്യൂമറിക്കൽസ് ചെയ്യാനുള്ളതാണ്. ലെറ്റ്സ് ഗോ. അടുത്ത നമ്മളെ ടോപ്പിക്കാണ് എന്തടാ? ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞു? ലേറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ചേഞ്ചിന്റെ സമയത്ത് അബ്സോർബ് ചെയ്യുന്നതോ അല്ലെങ്കിൽ റിലീസോ ചെയ്യുന്നതോ ആയിട്ടുള്ള ഹീറ്റിനെ പറയുന്ന പേരാണ് എന്ത്? ലേറ്റന്റ് ഹീറ്റ്. ആ സമയത്ത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവും. അത് നമുക്കറിയാം. നിങ്ങൾ ശ്രദ്ധിക്കുക.
ആ 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഐസ് ഫസ്റ്റ് എന്താവും 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ ആവും. ഈ 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ എന്താവും 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ ആവും. വീണ്ടും ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ അതെന്താ സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? 101 ഡിഗ്രി സെൽഷ്യസ് ഉള്ള സ്റ്റീം അല്ല ആവുക, എന്താവുക 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള സ്റ്റീമാണ് ആവുക. ഇവിടെ എന്താ സംഭവിക്കുന്നത്? സോളിഡിൽ നിന്നും എന്താ സംഭവിക്കുന്നത്? ലിക്വിഡ് ആവണേ. ഇവിടെ ലിക്വിഡിൽ നിന്നും ലിക്വിഡ് തന്നെയാണ് ആവണത്. ആൻഡ് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഗ്യാസ് ആവുകയാണ്. സോ ഇവിടെ രണ്ട് സ്ഥലത്തല്ലേ എന്ത് സംഭവിക്കുന്നത്? സ്റ്റേറ്റ് ചേഞ്ച് സംഭവിക്കുന്നത്. സോളിഡിൽ നിന്നും ലിക്വിഡായി, ലിക്വിഡിൽ നിന്നും ഗ്യാസായി. ഇവിടെ ടെമ്പറേച്ചർ മാറിയോ? ഇങ്ങനെയുള്ള സമയത്ത് ഉണ്ടാവുന്ന ഇതിപ്പോൾ സോളിഡിൽ നിന്ന് ലിക്വിഡ് ആകുമ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യും, ലിക്വിഡിൽ നിന്ന് സോളിഡ് ആകുമ്പോൾ എന്താവും? ഹീറ്റ് റിലീസ് ചെയ്യും. ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആകുമ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യും, ആൻഡ് ഗ്യാസിൽ നിന്നും ലിക്വിഡ് ആകുമ്പോൾ ഹീറ്റ് റിലീസ് ചെയ്യും. സോ ഇങ്ങനെ അബ്സോർബും റിലീസും ചെയ്യുന്ന എന്ത് സമയത്ത്? സ്റ്റേറ്റ് ചേഞ്ചിന്റെ സമയത്ത് അബ്സോർബോ റിലീസോ ചെയ്യുന്ന ഇതിനെ പറയുന്ന ഹീറ്റിനെ പറയുന്ന പേരായിരുന്നു എന്ത്? ലേറ്റന്റ് ഹീറ്റോ, ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. അതറിയാം. ഈ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സോളിഡിൽ നിന്നും എന്താവണ്? ലിക്വിഡ് ആവണ്. അത് നമുക്കറിയാം. ഇതിനാണ് നമ്മൾ ഫ്യൂഷൻ എന്ന് പറഞ്ഞത്. സോ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മളെ കയ്യിൽ 1 gram ഓഫ് ഐസ്, 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള 1 gram ഓഫ് ഐസ് 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള 1 gram ഓഫ് വാട്ടർ ആവുമ്പോൾ എന്താക്കണത്? റിലീസ് ചെയ്യുന്ന എന്താക്കണത്? റിലീസ് അല്ല ചെയ്യുക, അബ്സോർബ് ചെയ്യുക. ഈ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റിനെ പറയുന്ന പേരാണ് എന്താ? ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ അഥവാ ഫ്യൂഷന്റെ സമയത്തുള്ള LF എന്ന് പറയുന്നത്. ഒന്നുമില്ല, ഇതിന്റെ തിയറി നമുക്ക് എഴുതി കൂടെ. ഇതിന്റെ തിയറിയാണ് എന്ത്? ദ ഹീറ്റ് ഇനിയിപ്പോൾ നമ്മൾ അത് പഠിച്ചതിനൊന്നും ഇംഗ്ലീഷിലാക്കുന്നേ ഉള്ളൂ. required to change the state of unit mass on unit mass. കാരണം നമ്മൾ 1 gram എടുത്തത്. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ പറയുമ്പോൾ യൂണിറ്റ് മാസ് എടുക്കണമെന്നേ ഉള്ളൂ. 1 യൂണിറ്റ് മാസ് സബ്സ്റ്റൻസസ് ടു സോളിഡ് ടു ലിക്വിഡ്. സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാവുന്ന യൂണിറ്റ് മാസ് സബ്സ്റ്റൻസിന്റെ എന്താ? സോളിഡിൽ നിന്ന് ലിക്വിഡ് മാറ്റുമ്പോൾ റിക്വയർഡ് ചെയ്യുന്ന ഹീറ്റിനെ പറയുന്ന പേരാണെന്ത്? ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഇനിയിപ്പോൾ ലാറ്റന്റ് ഹീറ്റ് ഓഫ് എന്തുണ്ട്? വേപ്പറൈസേഷൻ ഉണ്ട്. അത് ഇതുപോലെ തന്നെ കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതിന് എന്തുകൊണ്ട് ഇലക്ട്രോൺ കൊണ്ട് സൂചിപ്പിക്കും? LV. ഒന്നുമില്ല, എന്താ? ഈ ലിക്വിഡിൽ നിന്നും ഗ്യാസ് ആണ്. അതിനെയാണല്ലോ പറയാ, ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ത്? വേപ്പറൈസേഷൻ. സോ ഈ ഇതിനെന്ത് മാറ്റുക? ദ ഹീറ്റ് റിക്വയർഡ് ടു ചേഞ്ച് ദ യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസസ് ടു എന്ത്? ലിക്വിഡ് ടു ഗ്യാസ്. ഇത് മാത്രമേ ഉള്ളൂ എന്ത്? ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. മനസ്സിലായില്ലേ? ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തിയറി പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും ടെമ്പറേച്ചർ മാറുന്നില്ല. സോ അവിടെ സ്റ്റേറ്റ് ചേഞ്ച് സംഭവിച്ചു. ആ സ്റ്റേറ്റ് ചേഞ്ച് സംഭവിക്കുമ്പോൾ എന്താകുന്ന? റിക്വയർഡ് ആകുന്ന ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണെന്ത്? ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. സിമ്പിൾ അല്ലേ? നമുക്ക് ഇതിന്റെ ന്യൂമറിക്കൽസിലേക്ക് പോയി കൂടറാ. മനസ്സിലായില്ലടാ? ലെറ്റ്സ് ഗോ. എടാ കുട്ടപ്പന്മാരെ, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾക്ക് ഞാൻ ഇത്രയേറെ പറഞ്ഞത് എന്തേ മനസ്സിലാകും അല്ലേ? ഞാനെന്തിനാ വീണ്ടും ചിലത് റിപ്പീറ്റ് എടുത്ത് പറഞ്ഞതെന്ന്. ഈ ക്വസ്റ്റ്യൻ മാത്രം കണ്ടാൽ മനസ്സിലാവും. ഇത് ചെയ്താലില്ലേ ബാക്കിയൊക്കെ ഇതിൽ വരുന്നത് ചെയ്യാൻ പറ്റും. അത്രക്കും എളുപ്പം ക്വസ്റ്റ്യനുമാണ്, ബട്ട് അത്രക്കും കൺസെപ്റ്റ് അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. ഒന്നുമില്ല. ക്വസ്റ്റ്യൻ എന്താ? കാൽക്കുലേറ്റ് ദ ഹീറ്റ് റിക്വയർഡ് ടു ചേഞ്ച് 20 gram ഓഫ് ഐസ് അറ്റ് -5 degree Celsius to the water at 20 degree Celsius. നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ തന്നിട്ടുണ്ട് 4.2 joule per gram ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഐസ് തന്നിട്ടുണ്ട് 2.1 joule per gram ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ തന്നിട്ടുണ്ട് എന്ത്? 336 joule per gram. സോ നമുക്കൊക്കെ ഗ്രാമം തന്നെയാണ് തന്നത്. അതൊന്നും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു എന്ത്? കാൽക്കുലേഷൻ തന്നു കഴിഞ്ഞാൽ, ന്യൂമറിക്കൽസ് പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫിഗറാക്കി മാറ്റണം. ഫിഗറാക്കി മാറ്റി കഴിഞ്ഞാൽ തന്നെ പകുതി പണി കഴിഞ്ഞു. സോ നമുക്ക് എന്താ ഉള്ളത്? -5 degree Celsius ഉള്ള ഐസ് എന്തായി തീർന്നു? 20 degree Celsius ഉള്ള വാട്ടർ ആയി തീർന്നു. നമുക്ക് ബാക്കിയൊക്കെ തന്നിട്ടുണ്ട്. സോ ഇവിടെ ഞാൻ ഇങ്ങനെയായിരുന്നു നടക്കുന്നത്. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നത്. സോ നമുക്ക് ഇനി ആൻസർ എഴുതി കൂടെ? ആൻസർ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആദ്യം -5 degree Celsius ഉള്ള വാട്ടർ ഐസ് എന്താവുക? 0 degree Celsius ഉള്ള ഐസ് ആണ് ആവുക. ഇതെന്തിനാ എഴുതുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. പിന്നെ ഇതെന്താവും? 0 degree Celsius ഉള്ള എന്താവും? വാട്ടർ ആവും. പിന്നീട് ഇതെന്താവും? 20 degree Celsius ഉള്ള വാട്ടർ ആവും. ഇതുവരെ പക്ക അല്ലേ? പക്കാണ്. ഇവിടെ ഉണ്ടാകുന്ന ഹീറ്റ് ചേഞ്ചിന് നമ്മൾ കാൽക്കുലേറ്റ് എന്ത് വെച്ചായിരുന്നു?
ഇവിടെ ഉണ്ടാകുന്ന ഹീറ്റ് ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുക. ഡെൽറ്റ ക്യൂ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം ആണ് ആൻഡ് ഡെൽറ്റ ടി ആണ് അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് ചേഞ്ച് കോൺസ്റ്റന്റ് ആണ് എന്ത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സോ ഇത് ഡെൽറ്റ ക്യൂ 3 ഇത് മൂന്നാമത്തതാണ്. ഈ ഡെൽറ്റ ക്യൂ 1 ഇവിടെ എന്താ സ്റ്റേറ്റ് ചേഞ്ച് സംഭവിക്കണില്ല. ഇവിടെ സോളിഡിൽ നിന്ന് സോളിഡ് ആണ്, ഇവിടെ ലിക്വിഡിൽ നിന്ന് ലിക്വിഡ് ആണ്. ഇവിടെ ഡെൽറ്റ ക്യൂ 1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന സ്റ്റേറ്റ് ചേഞ്ച് എന്തിനൊക്കെ പ്രൊപ്പോർഷണൽ ആയിരുന്നു? അതിൻ്റെ മാസിനെയും ഡെൽറ്റ ടീനെയും. ഇവിടെ സ്റ്റേറ്റ് ചേഞ്ച് സംഭവിക്കാത്തതുകൊണ്ട് അവിടെ എന്താ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്. സോ അവിടെ ടെമ്പറേച്ചർ മാറുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ സോളിഡിൽ നിന്നും ലിക്വിഡായി, ബട്ട് അവിടെ എന്തില്ല, ടെമ്പറേച്ചർ മാറിയില്ല. ഇതിനെന്തിന് പ്രൊപ്പോർഷണൽ ആയിരുന്നു? ഡെൽറ്റ ക്യൂ പ്രൊപ്പോർഷണൽ ടു മാസ് ആയിരുന്നു. അതിനെ നമ്മൾ എന്താക്കി, മാസ് ഇൻറ്റു ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്തു. അതാണ് ലേറ്റന്റ് ഹീറ്റ്. ഇത് ഫ്യൂഷന്റെ സമയത്തായതുകൊണ്ട് എന്താ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. സോ ഇതുവരെ പക്ക അല്ലേ? സോ നമുക്ക് 3 ഇക്വേഷനും കിട്ടി. സോ ഇവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ഹീറ്റ് ചേഞ്ച് ഡെൽറ്റ ക്യൂ ടോട്ടൽ എന്തായിരിക്കും? ഇവിടെ ഓരോ പ്രോസസ്സിലും സംഭവിക്കുന്നല്ലേ, ഡെൽറ്റ ക്യൂ 1 പ്ലസ് ഡെൽറ്റ Q2 പ്ലസ് ഡെൽറ്റ Q3 ആയിരിക്കും എന്ത് ഇവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ഹീറ്റ് റിക്വയർഡ് ടു ചേഞ്ച് 20 gram ഓഫ് ഐസ് അറ്റ് -5 to 20 degree സെൽഷ്യസിലേക്ക് മാറ്റാനുള്ള. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്ത്, നമുക്ക് കൺസെപ്റ്റ് അറിഞ്ഞാലേ ന്യൂമറിക്കൽസ് ചെയ്യാൻ പറ്റൂ. സോ നമ്മൾ ഏകദേശം 70% ഈ കൺസെപ്റ്റ് വെച്ച് ന്യൂമറിക്കൽസ് കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് 70%. ഇനി വെറും 30% കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. ഇനി എന്താ, നമുക്ക് ഡെൽറ്റ Q1 കണ്ടുപിടിച്ചൂടെ? ഡെൽറ്റ Q1 ഈസ് ഈക്വൽ ടു എന്തായിരുന്നുടാ? ഇതാ എം ഇൻറ്റു മാസ് എത്രയാ? 20 gram ഇൻറ്റു എന്താണ് എസ്. ഇവിടെ എന്താണ് ഐസിൻ്റെതായതുകൊണ്ട് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഐസാ വരിക. സോ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഐസ് എത്രയാ? 2.1 ജൂൾ ബൈ ഗ്രാം സി ഇൻറ്റു എന്താ ഡെൽറ്റ ടി ആണ്. ഡെൽറ്റ ടി എന്ന് വെച്ചാൽ -5 നിന്നും എന്തായി 0 ആയി. അതിനർത്ഥം എന്താ, അവിടുത്തെ ടെമ്പറേച്ചർ ചേഞ്ച് എത്രയാടാ? 5 അല്ലേ? കാരണം 5 നിന്നും എന്തായി 0 ആയി. സോ 0 മൈനസ് 5 അപ്പോൾ അത് എത്രയാവും? 5 ആവും. കാരണം ടി ഫൈനൽ മൈനസ് ടി ഇനീഷ്യൽ ആണല്ലോ എന്ത്, ഡെൽറ്റ ടി. സോ 0 -5 സോ ഇസിക്കൽ ടു 5. സോ 5 എന്ന് കിട്ടും. സോ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും. അതിവിടെ എഴുതാം. അടുത്ത രണ്ടാമത്തെ ഡെൽറ്റ Q2. തലയിലായിട്ടാട്ടോ ഞാനിങ്ങനെ എഴുതുന്നത്. ഡെൽറ്റ Q2 എന്താ? ഡെൽറ്റ Q2 മാസ് ഇൻറ്റു എന്താ, ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ്. സോ ഫ്യൂഷൻ്റെ എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? എന്താ മാസ് എത്രയാ? 20 gram. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എത്രയാണ് തന്നിട്ടുണ്ട്? 20 gram ഇൻറ്റു 336 ജൂൾ ഗ്രാം എന്ന് തന്നിട്ടുണ്ട്. ഇതുവരെ പക്ക അല്ലേ? സോ ഇതിനൊരു വാല്യൂ കിട്ടും. നമ്മൾ എന്താക്കി, അണ്ടർലൈൻ ചെയ്തു. അടുത്തെന്താ വെച്ചാൽ ഡെൽറ്റ Q3 നമുക്ക് കാണണം. ഡെൽറ്റ Q3 ഈസ് ഈക്വൽ ടു എന്താ, മാസ് ഇൻറ്റു ഇവിടെ ഉണ്ടാകുന്ന സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എന്താ, വാട്ടർ അല്ലേ? കാരണം ഇവിടെ വാട്ടർ ആണ് മാറിയത്. സോ എം എത്രയാ? 20 gram ഇൻറ്റു എന്താ. എടാ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഇവിടെ ഓരോന്നിലും സ്റ്റേറ്റ് ചേഞ്ച് വ്യത്യാസമാണ്. ഇവിടെ ഉണ്ടാകുന്ന ലേറ്റന്റ് ഹീറ്റ് ആണ്, ഇവിടെ ഉണ്ടാകുന്നത് സ്പെസിഫിക് ഹീറ്റ് ആണ്. സോ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിട്ടാണ് ഞാൻ എന്താക്കിയത്, ഇങ്ങനെ തന്നെ എഴുതിയത്. ഇതൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് തന്നത്. കണ്ടിട്ട് പേടിക്കണ്ട, ചെയ്താൽ മാത്രം മതി. എളുപ്പമാണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് 2-3 കൂടി നിങ്ങൾ ചെയ്ത് നോക്കുക ക്വസ്റ്റ്യൻ എടുത്തിട്ട്. സോ അതുകൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പക്കാവും. സോ ഇവിടെ എന്ത് വരും? എമ്മിൻ്റെ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ആണ് ഉപയോഗിക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ വാട്ടറിന്റെ എന്താണ് അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് ചേഞ്ച് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ എന്താ ഐ കൊടുത്തത്? സോ ഇവിടെ ഐസിൻ്റെതാണ് ഉപയോഗിക്കുന്നത്, ഇവിടെ വാട്ടറിൻ്റെ ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെയാണ് നിങ്ങളെ കൺഫ്യൂസ് ആക്കുന്നത്. സോ ശ്രദ്ധിച്ചിരുന്ന് കേട്ടാൽ, ശ്രദ്ധിച്ചിരുന്ന് ക്വസ്റ്റ്യൻ ചെയ്താൽ മാത്രമേ, ക്വസ്റ്റ്യൻ വീണ്ടും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇതെന്താവൂ, നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ എന്താക്കുക, ഈ ക്വസ്റ്റ്യൻ ഒന്ന് സെൽഫായിട്ട് ഇരുന്ന് കൂടി ചെയ്ത് നോക്കുക. അപ്പോൾ കംപ്ലീറ്റ് ആവും. സോ 20 gram ആണ്. അവിടെ എസ് എന്താ വരിക? 4.2 ആണ് വരിക ജൂൾ ഇൻറ്റു എന്ത് സംഭവിക്കും? പിന്നെന്താ അതിൽ ഡെൽറ്റ ടി എന്താ ഇവിടെ? ടി ഫൈനൽ മൈനസ് ടി ഇനീഷ്യൽ ആണ്. ടി ഫൈനൽ എത്രയാ? 20 മൈനസ് ടി ഇനീഷ്യൽ എത്രയാ? 0. സോ ഡെൽറ്റ ടി ഈക്വൽ ടു 20. സോ എന്ത് കിട്ടും? 20 ഇൻറ്റു 4.2 ഇൻറ്റു 20 എന്ന് കിട്ടും. ഇതിൻ്റെ ഒരു വാല്യൂ കിട്ടൂലേ? ഈ വാല്യൂസ് ഒക്കെ 3 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ ക്യൂ ടോട്ടൽ കിട്ടും. ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് പറഞ്ഞുതരാം.
സോ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. ഇത് മൂന്നും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 8610 എന്ന് കിട്ടും. ഇതെന്താക്കുക നിങ്ങൾ ഒറ്റക്കൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം പോസ് ചെയ്തിട്ട് നിങ്ങൾ വേറെ പേപ്പർ എടുക്കുക, ഒറ്റക്കൊന്ന് ചെയ്ത് നോക്കുക, ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് എന്താക്കുക നിങ്ങൾ കിട്ടും. അതെന്താക്കുക നിങ്ങൾ ചെയ്യുക. ആൻഡ് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോയിക്കൊടുറാ. ലെറ്റ്സ് ഗോ. എടാ നമ്മൾ ഇത്രയേറെ പഠിച്ച കൺസെപ്റ്റ് ഇല്ലടാ, അത് നമുക്ക് എന്താക്കണം? ഒരു ഗ്രാഫാക്കി മാറ്റണം. അതാണ് നമ്മൾ അടുത്ത ടോപ്പിക്ക്. എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ്. വളരെ സിമ്പിളാണ്. ഞാൻ ഇത്രയേറെ എന്ത് പറഞ്ഞു നിങ്ങളോട്? നമ്മൾ കയ്യിൽ ഒരു 20 ഡിഗ്രി സെൽഷ്യസ് -20 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഐസ് ഉണ്ടെങ്കിൽ അതെന്താവും? 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഐസ് ആവും. അത് വീണ്ടും എന്താവും? 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ ആവും. അത് വീണ്ടും എന്താവും? 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ ആവും. അത് വീണ്ടും എന്താവും? 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള സ്റ്റീം ആവും. ഇത് ഞാൻ പറഞ്ഞു നിങ്ങളെ തലേ കാര്യം എന്നറിയാം. അതെന്നാണ് എനിക്ക് വേണ്ടത്? മനസ്സിലാകുന്നുണ്ടല്ലോ, ഓർമ്മ വരുന്നുണ്ടല്ലോ, അതന്നെ എനിക്ക് വേണ്ടത്. സോ ഇതിനെ നമുക്ക് ഗ്രാഫാക്കി മാറ്റാം. അത്രയേ ഉള്ളൂ. ഗ്രാഫാണ് എന്തുണ്ടാവും? സിമ്പിൾ. ഒരു y ആക്സിസ് ഉണ്ടാവും, ഒരു x ആക്സിസ് ഉണ്ടാവും. ഈ x ആക്സിസ് നമ്മൾ എടുക്കുന്ന ടേമാണ് എന്ത്? ഹീറ്റ്. പക്ക. y ആക്സിസിൽ നമ്മൾ എടുക്കുന്ന ടേമാണ് എന്ത്? ടെമ്പറേച്ചർ. അതും പക്ക. ഒരു കുഴപ്പമില്ല, സിമ്പിൾ ആണ്. സോ നമ്മൾ ടെമ്പറേച്ചറിൽ എന്താക്കുക? ഇവിടെ മാർക്ക് ചെയ്യുക. ഈ ഒറിജിൻ എന്താ? 0 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ എന്താക്കുക? ഒരു -20 ഡിഗ്രി ഇവിടെയും മാർക്ക് ചെയ്യുക. എൻ്റെ ഒരു 100 ഡിഗ്രി ഇവിടെയും മാർക്ക് ചെയ്യുക. ഇതുവരെ ഒരു കുഴപ്പമില്ലല്ലോ. നമ്മൾ y ആക്സിസിൽ ടെമ്പറേച്ചർ മാർക്ക് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഹീറ്റ് കൊടുക്കുന്നുണ്ട്. ഹീറ്റ് കൊടുക്കുമ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. സോ ഹീറ്റ് നമ്മൾ കൊടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് -20 നിന്നും ടെമ്പറേച്ചർ കൂടി എന്തായി? 0 ഡിഗ്രിയുള്ള ഐസായി. അതുവരെ പക്ക അല്ലേ? പക്കാണ്. അതിനുശേഷം നമ്മൾ ടെമ്പറേച്ചർ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ടെമ്പറേച്ചർ അല്ല, എൻ്റെ ഒരു മാറിപ്പോയതാണ്. ഹീറ്റ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ബട്ട് അതിൻ്റെ ടെമ്പറേച്ചർ മാറണില്ല. അവിടെ എന്താ സംഭവിക്കണത്? നമ്മൾ ഹീറ്റ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. കാരണം ഹീറ്റിൻ്റെ സ്കെയിലല്ലേ കൂടി പോകുന്നത്. x ആക്സിസ് എന്ന് പറഞ്ഞാൽ 1 2 3 4 അങ്ങനെയല്ലേ വരിക. സോ ഹീറ്റ് കൊടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ബട്ട് എന്ത് സംഭവിക്കണില്ല? അതിൻ്റെ ടെമ്പറേച്ചർ കൂടണില്ല. ടെമ്പറേച്ചർ 0 തന്നെയാണ്. ഹീറ്റ് കൊടുക്കുന്നുണ്ട്, ടെമ്പറേച്ചർ കൂടണില്ല. അതിനെന്ത് പറയുക? എന്തായിരുന്നു പറയുക? ഐസിൽ നിന്ന് വാട്ടറിലേക്ക് പോണത്. ആ ഹീറ്റ് എന്തിനായിരുന്നു ഉപയോഗിക്കുക? ഇത് തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് വാട്ടർ ആവാൻ ഉപയോഗിക്കുന്നത്. അതുവരെ പക്ക അല്ലേ? പക്കാണ്. അതിനുശേഷം നിങ്ങൾ നോക്കിയേ, വീണ്ടും ഹീറ്റ് കൊടുത്തോണ്ട് നിൽക്കുന്നുണ്ട്. ഹീറ്റ് കൊടുത്തോണ്ട് നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ ആണ്. സോ നമുക്ക് ഇങ്ങനെ സ്കെയിൽ മാർക്ക് ചെയ്യാം. 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ എന്ത് സംഭവിക്കണു? ടെമ്പറേച്ചർ കൂടി എന്ത് സംഭവിക്കണു? വാട്ടർ 0 ഡിഗ്രിയിൽ നിന്നും 100 ഡിഗ്രിയിൽ എത്തുന്നു. സോ ഇത് മാത്രമേ അതിൽ ആവശ്യമുള്ളൂ. വീണ്ടും നിങ്ങളൊന്ന് ചിന്തിച്ച്, വീണ്ടും നമ്മൾ ഹീറ്റ് കൊടുക്കുന്നുണ്ട്. ബട്ട് അതിൻ്റെ ടെമ്പറേച്ചർ മാറണില്ല. പക്ഷേ അതിൻ്റെ സ്റ്റേറ്റ് മാറുന്നുണ്ട്. ലിക്വിഡിൽ നിന്നും ഗ്യാസ് ആവുന്നുണ്ട്. സോ അവിടെ എന്താ സംഭവിക്കണത്? ഹീറ്റ് കൊടുത്തോണ്ട് നിൽക്കുന്നുണ്ട്. ബട്ട് ടെമ്പറേച്ചർ 100ൽ നിന്നും മാറണില്ല. വീണ്ടും നമുക്ക് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാട്ടർ വേപ്പറിൻ്റെ ഹീറ്റ് ടെമ്പറേച്ചർ കൂടുമല്ലോ. സോ വീണ്ടും ഇങ്ങനെ കൂടും. ഇതാണടാ നമ്മളെ ഗ്രാഫ്. ഇതെന്നാ? സ്ലോപ്പ് ഓഫ് സോളിഡ് സ്റ്റേറ്റ് ആണ്. സ്ലോപ്പ് ഓഫ് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. ഇത് സ്ലോപ്പ് ഓഫ് എന്താടാ? സോളിഡ് സ്റ്റേറ്റ് ആണ്. ഇതുവരെ നിങ്ങൾക്ക് ഇത് സ്ലോപ്പ്, ഇതെന്ത്? അടുത്ത സ്ലോപ്പ് സോളിഡ് സ്റ്റേറ്റ്. ഇത് പക്ക അല്ലടാ, ഇത് സിമ്പിൾ അല്ലടാ. ഇതിൽ നിന്ന് ഇനിയിപ്പോൾ കൂടിപ്പോയാൽ നിങ്ങൾക്ക് ഒരു കൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ കൂടിയും ചോദിക്കും. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വാട്ടർ വേപ്പറിൻ്റെ പൊള്ളല് നമ്മളെ നോർമൽ ബോയിലിംഗ് വാട്ടറിൻ്റെ പൊള്ളലിനേക്കാൾ കൂടുതലായിരിക്കും. അതെന്തോ കൊണ്ടാടാ? ഒന്നുമില്ലല്ലടാ, സിമ്പിൾ അല്ലേ. വാട്ടർ വേപ്പർ, ഇപ്പോൾ വാട്ടർ തിളച്ച് നിൽക്കുക 100 ഡിഗ്രി സെൽഷ്യസ്, വേപ്പറും 100 ഡിഗ്രി സെൽഷ്യസ്. ബട്ട് വാട്ടർ തിളച്ച് നിൽക്കുന്ന വാട്ടറിൽ വീണ്ടും നമ്മൾ ഹീറ്റ് കൊടുത്താൽ അതിൽ ടെമ്പറേച്ചർ കൂടില്ല. ബട്ട് അതെന്താ? ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ഉപയോഗിച്ചിട്ട് അതെന്താ? വേപ്പറാണ്. സോ ആ വേപ്പറിൽ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ കൊടുത്ത ഹീറ്റും കൂടി ഉണ്ടല്ലോ. സോ അതിൽ എനർജി കൂടുതലാണല്ലോ. അതുകൊണ്ട് അതിന് പൊള്ളൽ ഏൽപ്പിക്കാൻ പറ്റും. സിമ്പിൾ അല്ലേ? വളരെ എളുപ്പമല്ലേ? ഇത്ര മാത്രമേ ഉള്ളൂ ഗ്രാഫ്. നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ എന്താ സംഭവിക്കുന്നതാ? വാട്ടറിൽ നിന്നും വേപ്പർ ആവണ്. ഇത്ര മാത്രം മാർക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രാഫും പക്കായി, തിയറിയും പക്കായി, കൺസെപ്റ്റും പക്കായി. ഇനിയിപ്പോൾ വേറെ എന്തൊരു ടോപ്പിക്കാണ് എന്ത്? റീജലേഷൻ. അതിലേക്ക് പോയിക്കൂടാ.
ഈ പാട്ടിലില്ലടാ, ഇനി വരുന്നത് മൊത്തം തിയറീസാണ്. ബട്ട് നിങ്ങൾ പേടിക്കണ്ട, ഞാനെന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെതായ ഭാഷയിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർത്ത് വെക്കാനുള്ള രീതിക്ക് ഞാൻ തിയറി ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്താക്കുക, വൃത്തിക്ക് നോട്ട് ചെയ്തുക. വളരെ സിമ്പിളാണ്, നമുക്ക് പോവാം. റീജിലേഷൻ എന്താണ്? ഈ റീജിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടേബിൾ എടുത്തു, അതിൻ്റെ മുകളിൽ ഐസ് കട്ട വെച്ചു, അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ആയിട്ട് സ്ട്രിങ് വെച്ചു. ആ സ്ട്രിങ്ങിൻ്റെ ഇവിടെ നമ്മൾ വെയിറ്റ് തൂക്കിയിട്ടു. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഐസ് കട്ടയാന്ന് കൺസിഡർ ചെയ്യുക. ആൻഡ് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഒരു തിൻ സ്ട്രിങ് ആണ് കൺസിഡർ ചെയ്തിട്ട് അതിവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അറ്റത്തും ഈ അറ്റത്തും വെയിറ്റ് തൂക്കിയിട്ടുണ്ട്. സോ വെയിറ്റ് തൂക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ കാണും, ടൈറ്റായി നിൽക്കുന്നുണ്ടാവും. അത് കുറച്ചുകൂടി കഴിഞ്ഞ സമയത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിലൂടെ ഇറങ്ങി എന്താക്കിയിട്ടുണ്ടാവും, ഇവിടെ എത്തിയിട്ടുണ്ടാവും. ഒരിക്കലും ഇങ്ങനെ അല്ലേ ഇറങ്ങാം, നേരെ ഡയറക്റ്റ് ഇറങ്ങി ഇവിടെ എത്തിയിട്ടുണ്ടാവും. ഇവിടെ നിന്നും പിന്നെ നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇത് ഇറങ്ങി പോയിട്ടുണ്ടാവും. ബട്ട് ഐസ് കട്ടൊക്കെ ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടാവില്ല, അതിന് ഇങ്ങനെ ഒരു കട്ടൊന്നും ഉണ്ടാവില്ല. അതിന് കാരണം എന്താ, അങ്ങനത്തെ പറയുന്ന ഫിനോമിനിയാണ് എന്ത് പറയുന്നത്, റീജിലേഷൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കാരണം നോക്കിക്കൂടെ? ഒന്നുമില്ല. നമ്മൾ ഇങ്ങനെ വെയിറ്റ് തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഇവിടെ സ്ട്രിങ് ഇങ്ങനെയാണല്ലോ ഉണ്ടാവുക. ഈ സ്ട്രിങ്ങിൻ്റെ അറ്റത്തൊരു പ്രഷർ അനുഭവപ്പെടൂലേ? അങ്ങനെ പ്രഷർ കൂടൂലേ? ആസ് കമ്പയറിങ് ടു മറ്റേ സ്ഥലം, ഈ സ്ട്രിങ് ഉള്ള സ്ഥലത്ത് മാത്രം ഒരു പ്രഷർ അപ്ലൈ ആവുന്നില്ലേ? സോ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ സാധാരണ സബ്സ്റ്റൻസിന് എന്ത് സംഭവിക്കും? മെൽറ്റിംഗ് പോയിന്റ് കൂടും. സാധാരണ സബ്സ്റ്റൻസിന് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ മെൽറ്റിംഗ് പോയിന്റ് കൂടും. ബട്ട് ഐസിൻ്റെ കേസിൽ നേരെ ഉൾട്ടിയാൽ എന്താവും? പ്രഷർ കൂടി കഴിഞ്ഞാൽ മെൽറ്റിംഗ് പോയിന്റ് എന്താ അവിടെ കുറയും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ 0 ഡിഗ്രി സെൽഷ്യസിലല്ലേ ഐസിൻ്റെ മെൽറ്റിംഗ് പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താവും? ഒരു -5 ഡിഗ്രി എന്ന് നിങ്ങൾ ഓർത്ത് വെക്കാൻ കൺസിഡർ ചെയ്യാം. എന്ന് മനസ്സിലാക്കുക, ഒരു -5 ഡിഗ്രി സെൽഷ്യസിലാണ് അത് ഐസ് ആവുള്ളൂ എന്ന് എന്താക്കുക, കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ഇവിടെ മാത്രം ഒരു -5 ഡിഗ്രി സെൽഷ്യസിലാണ് അതെന്താവും? ഐസ് ആവും. ഇവിടെയും 0 ഡിഗ്രി സെൽഷ്യസ്, ഇവിടെയും 0 ഡിഗ്രി സെൽഷ്യസ്. സോ -5 ഡിഗ്രി കിട്ടിയാൽ മാത്രമേ ഐസ് ആവും. അതുവരെ അതെന്ത് സ്റ്റേറ്റിലായിരിക്കും? ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ വാട്ടറിൻ്റെ ഫോമിലായിരിക്കും. സോ ഇവിടെ മാത്രം അത് വാട്ടറിൻ്റെ ഫോമിലായി. അപ്പോൾ എന്തായി? കുറച്ചുകൂടി സ്ട്രിങ് താഴേക്ക് വന്ന് ഇവിടെ പ്രഷറായി, വീണ്ടും ഇവിടെ വാട്ടറിൻ്റെ ഫോമിലായി, കുറച്ചുകൂടിയും പ്രഷർ താഴേക്ക് വന്ന്, കുറച്ചുകൂടി സ്ട്രിങ് താഴേക്ക് വന്ന്. ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു അറിയോ? ഇവിടെയും 0 ഡിഗ്രി സെൽഷ്യസ് അല്ലേ, അവിടുത്തെ പ്രഷർ റിമൂവ് ആയില്ലേ എന്ന് വെച്ചാൽ ഇവിടെ ഒരു വര വന്നിട്ടുണ്ടാവും. സോ ഇവിടെയുള്ള പ്രഷർ റിമൂവ് ആയി, കാരണം സ്ട്രിങ് നടുവിലെത്തി. അവിടെ എന്ത് സംഭവിക്കും? അവിടെ പ്രഷർ റിമൂവ് ആയതുകൊണ്ട് എന്തായി? അതിൻ്റെ പ്രഷർ കുറഞ്ഞ് മെൽറ്റിംഗ് പോയിന്റ് കൂടി 0 തന്നെ എത്തി. സോ ഇവിടെയും 0 ഡിഗ്രി സെൽഷ്യസിൽ ഐസ് അല്ലേ ഉള്ളത്. ആ സ്ട്രിങ് പോകുന്ന സ്ഥലത്ത് ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലത്ത് 0 ഡിഗ്രി അല്ലേ. സോ അവിടെ എന്താവും? ഇവിടെയും 0 ഡിഗ്രി സെൽഷ്യസിൽ ഐസ്, ഇവിടെയും 0 ഡിഗ്രി സെൽഷ്യസിൽ ഐസ്. ഇവിടുത്തെ മെൽറ്റിംഗ് പോയിന്റ് എന്തായി? പ്രഷർ കുറഞ്ഞുകൊണ്ട് മെൽറ്റിംഗ് പോയിന്റ് കൂടി 0 ഡിഗ്രി തന്നെയായി. അപ്പോൾ എന്താവും? അത് വീണ്ടും ഐസ് ആവും, റീഫ്രീസ് ആവും. കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ പ്രഷർ പോയി, മെൽറ്റിംഗ് പോയിന്റ് കൂടി. ആ സ്ഥാനത്ത് ഈ സ്ട്രിങ് ഇവിടെ എത്തി ഉണ്ടാവും. അങ്ങനെ ഇവിടുത്തെ എന്താവും? പ്രഷർ കൂടി, മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞ് അത് -5 ഡിഗ്രിയിലാവും. ഏകദേശം ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അവിടെ വാട്ടറിൻ്റെ ഫോമിലാവും. അങ്ങനെ ഇത് താഴേക്ക് വന്നത് എന്താവും? ഈ സ്ട്രിങ്ങിങ് പുറത്തെത്തും. ബട്ട് അവിടെ എന്താവും? ഇങ്ങനെ താഴേക്ക് വരുന്തോറും പ്രഷർ ഇങ്ങനെ ഇവിടെ കൂടുന്ന സ്ഥലത്ത് കട്ടാവുന്നുണ്ട്. ബട്ട് അതിൻ്റെ മുകളിലുള്ള സ്ഥലത്ത് അത് പ്രഷർ കുറഞ്ഞിട്ട് മെൽറ്റിംഗ് പോയിന്റ് കൂടിയിട്ട് റീഫ്രീസ് ആവുന്നുണ്ട്. ഈ ഫിനോമിന പറയുന്ന പേരെന്താടാ? റീജിലേഷൻ. സിമ്പിൾ അല്ലേ? ഇറ്റ് ഈസ് ദ ഫിനോമിന ഇൻ വിച്ച് ഐസ് മെൽറ്റ് വെൻ പ്രഷർ ഈസ് അപ്ലൈഡ്. ഐസ് മെൽറ്റ് ആവും പ്രഷർ കൊടുക്കുമ്പോൾ. ആൻഡ് റീഫ്രീസസ് വെൻ പ്രഷർ ഈസ് റിമൂവ്ഡ്. കാരണം പ്രഷർ ഇങ്ങനെ സാധനം ഇങ്ങനെ ഇറങ്ങി വരുന്തോറും അവിടുത്തെ പ്രഷർ റിമൂവ് ആയി. സോ അതെന്താവും? റീഫ്രീസ് ആവും. സിമ്പിൾ അല്ലേ? ബട്ട് ഇതിന് കുറേ റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഉണ്ട്. ഇതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഫിസിക്സിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഈ ഫിസിക്സ് തിയറി പഠിച്ചു കഴിഞ്ഞാൽ അത് കൺസെപ്റ്റ് എവിടെ ആപ്ലിക്കബിൾ ആണ്? റിയൽ ലൈഫിൽ. ഈ ഐസ് സ്കേറ്റിംഗ് കണ്ടിട്ടില്ലേ? നിങ്ങൾ ആ മഞ്ഞത്ത് കൂടി ഇങ്ങനെ ഐസ് സ്കേറ്റ് ചെയ്ത് പോണ കണ്ടിട്ടില്ലേ? അവിടെ എങ്ങനെയാണ് ഐസ് സ്കേറ്റിംഗ് സാധ്യമാവുന്നത്? ഒന്നുമില്ല. നമ്മൾ അതിൽ കയറി നിൽക്കുമ്പോൾ അതിന് ഒരു വെയിറ്റ് ഉണ്ടല്ലോ. അതിന് കാരണം ഇവിടെ ഒരു പ്രഷർ അപ്ലൈ ആവുന്നുണ്ടല്ലോ. പ്രഷർ അപ്ലൈ ആവുമ്പോൾ എന്ത് സംഭവിക്കും? ഐസിൽ മെൽറ്റിംഗ് പോയിന്റ് കുറയും. മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് മെൽറ്റ് ആവുന്നത് -2 -3 ആണെങ്കിൽ അവിടെ ആ സ്റ്റേറ്റ് വരെ അതെന്തായിരിക്കും? വാട്ടർ ആയിരിക്കും. മനസ്സിലായില്ലേ? സോ ഇവിടെ മൊത്തം വാട്ടർ ആവും. കാരണം വാട്ടർ ഡ്രോപ്ലെറ്റ് പോലെയാവും. കാരണം പ്രഷർ കിട്ടുന്ന എടുക്കുക. അതുകൊണ്ട് അതിനിങ്ങനെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ അതിലൂടെ സ്കേറ്റ് ചെയ്ത് പോകാൻ പറ്റും. അതേപോലത്തെ എക്സാമ്പിളാണ് ഈ ക്ലൈംബിങ്ങിനൊക്കെ. നിങ്ങളിങ്ങനെ ഐസ് കട്ടയിലൊക്കെ ക്ലൈംബ് ചെയ്യുന്ന ആൾക്കാർക്ക് കൂർത്ത പല്ല് പോലത്തെ സാധനം, ഷൂവിൻ്റെ അടിയിലൊക്കെ കൂർത്ത സാധനം കാണലുണ്ട്, കൂർത്ത പല്ല്. ഈ കൂർത്ത പല്ലാകുമ്പോൾ അതിനെന്താവുക? മോർ പ്രഷർ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ മോർ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് കുറയാണ്. സോ അതിന് ഈസി ടു മെൽറ്റിംഗ് പോയിന്റ് പറയുമ്പോൾ അവിടെ ഒരു വാട്ടർ വലിയാകും. കാരണം ഇതില്ലല്ലോ, ഹീറ്റ് അല്ല, അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞല്ലോ. സോ അത്രയും ചെറിയ അത്രയും മൈനസിലേക്ക് പോയാൽ അത് ഐസ് ആവും.
സോ അവിടെ എന്താവുക ഈസി ടു അവർക്ക് ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് പിടിക്കാൻ പറ്റും, കാരണം അത് ആയിന്നിറങ്ങും. സോ ക്ലൈംബ് ചെയ്ത് പിടിക്കാനോ. ദാറ്റ്സ് എ ബ്യൂട്ടി ഓഫ് ഫിസിക്സ്. അയ്യോ ഇതെന്താ, ഇതാണ് റീജിലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ബോയിലിംഗ് പോയിന്റും പ്രഷറും തമ്മിൽ ഇതേപോലത്തെ ഒരു ബന്ധമുണ്ട്. എന്താ ബോയിലിംഗ് പോയിന്റ് ആൻഡ് പ്രഷർ കൂടിക്കഴിയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്താവുകടാ, കൂടും. പ്രഷർ കുറഞ്ഞു കഴിയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയും. നേരത്തെ നമ്മൾ എന്ത് പഠിച്ചു? പ്രഷർ കൂടുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് കുറയണം, പ്രഷർ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടണം. ഇതിപ്പോൾ എങ്ങനെ ഓർത്ത് വെക്കുക എന്നുള്ള രീതിക്ക് ഞാൻ പറയുകയാണെങ്കിൽ, ഈ BP എന്ന് പറയുന്നത് എന്താ, ബ്ലഡ് പ്രഷർ എന്ന് ആലോചിക്കുക. പ്രഷർ കൂടലല്ലേ ബ്ലഡ് പ്രഷർ കൂടി എന്ന് പറയല്. സോ പ്രഷർ കൂടുക എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ കൂടുക, അങ്ങനെ ആലോചിച്ചാൽ മതി. ബട്ട് ഈ BP ബ്ലഡ് പ്രഷർ ആണോ? അല്ല, ബോയിലിംഗ് പോയിന്റ് ആണ്. സോ ഇങ്ങനെ ആലോചിച്ചാൽ പോരെ, പ്രഷർ കൂടുമ്പോൾ ബ്ലഡ് പ്രഷർ കൂടുന്നു, സോ P കൂടുമ്പോൾ BP കൂടുന്നു, ബോയിലിംഗ് പോയിന്റ് കൂടുന്നു. കിട്ടി എനിക്കറിയാം. സോ ഇത് മാറിപ്പോവില്ല. പ്രഷർ കൂടുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് കുറയണേ, പ്രഷർ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടുന്നു, BP കൂടുന്നു ആലോചിച്ചാൽ മതി. അതുവരെ പക്കല്ലേ. ഇതിനുണ്ട് റിയൽ ലൈഫ് എക്സാമ്പിൾസ്. എന്താ, നമ്മൾ ഈ പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യണേ, അതെന്തുകൊണ്ട് എളുപ്പത്തിൽ കുക്കാവണം? എന്തിന് പ്രഷർ കുക്കർ നമ്മൾ ഉപയോഗിക്കണേ? പ്രഷർ കുക്കറിൻ്റെ അകത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? പ്രഷർ കുക്കറിൻ്റെ അകത്ത് പ്രഷർ കൂടുതലാണ്, കാരണം അത് നമ്മൾ മൊത്തത്തിൽ അടച്ചിട്ടാണുള്ളത്. പ്രഷർ കൂടുമ്പോൾ അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് കൂടും. ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് തിളക്കുന്ന വാട്ടർ എന്താവും, 120 ഡിഗ്രി സെൽഷ്യസിലെ തിളക്കൂ. അപ്പം ഇത്രയും ഹീറ്റും കൂടിയും അതിനെന്താക്കുക, ആ വെള്ളത്തിൽ അബ്സോർബ് ചെയ്യാൻ പറ്റും. കാരണം തിളച്ച് പോണില്ല, ആ വെള്ളത്തിന് അബ്സോർബ് ചെയ്യാൻ പറ്റും. കാരണം അത്രയും ഹീറ്റ് കൊടുത്താലും അത് തിളച്ച് പോണില്ല. ആ ഹീറ്റിൽ അത്രയും അതിന് എന്താവാ, ആ വെള്ളത്തിന് വെള്ളമായിട്ട് തന്നെ നിൽക്കാൻ പറ്റും. ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതോറും അത് തിളച്ച് വേറെ സ്റ്റേറ്റിലേക്ക് പോകണില്ല, കാരണം പ്രഷർ കൂടുന്നതുകൊണ്ട് ബോയിലിംഗ് പോയിന്റ് കൂടുന്നു. സോ അത്രയും ഹീറ്റ് അടങ്ങിയിരിക്കുന്ന വെള്ളത്തിലാണ് നമ്മൾ എന്താക്കുന്നത്, കുക്ക് ചെയ്യണത്. സോ അതിൽ അത്രയും ഹീറ്റ് ഉണ്ടെങ്കിൽ അത്രയും അതിന് ബേൺ കൊടുത്തൂടെ? അങ്ങനെയാണ് എന്താന്ന് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യാൻ പറ്റണത്. അതേപോലെ ഉണ്ട് നമ്മൾ വലിയ മലകൾക്കൊക്കെ പോകുമ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡ്സിലൊക്കെ കുക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയുന്നത്. കാരണം എന്താ, ആൾട്ടിറ്റ്യൂഡ്സിൽ പ്രഷർ കുറവാണ്. പ്രഷർ കുറയുമ്പോൾ ബോയിലിംഗ് പോയിന്റും കുറയും. ബോയിലിംഗ് പോയിന്റ് കുറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 60 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം അങ്ങ് തിളച്ച് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ഡിഗ്രി ആകുമ്പോഴത്തേക്ക് വെള്ളം പോയി. കാരണം പിന്നെ നമുക്ക് എന്താവുക, ആ വെള്ളത്തിൽ വെച്ച് കുക്ക് ചെയ്യാൻ പറ്റുമോ? കാരണം എന്ന് പറഞ്ഞാൽ അത്രയും ഹീറ്റ് കിട്ടിയപ്പോൾ തന്നെ അത് വെള്ളമായി, അല്ല വേപ്പറായി. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസിന് അതിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഹീറ്റിനേക്കാളും 60 ഡിഗ്രി സെൽഷ്യസിൽ കുറവാണ്. സോ അതെന്താവും, കുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ഇതാണ് ഞാൻ പറയുന്നത് വീണ്ടും ബ്യൂട്ടി ഓഫ് ഫിസിക്സ്. ഇതാണ് ഫിസിക്സിന്റെ ബ്യൂട്ടി. ഇതൊക്കെ നിങ്ങൾക്ക് 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ചോദിക്കും. അതുകൊണ്ട് എന്താക്കുക, ഓർത്ത് വെക്കുക. സെറ്റല്ലടാ, അടുത്ത ടോപ്പിക്കിലേക്ക് പോയിക്കൂടെ? ലെറ്റ്സ് ഗോ. നമ്മൾ ഹീറ്റ് എന്താണെന്ന് പഠിച്ചു, അതിലെ പ്രോസസ്സ് പഠിച്ചു, അതിലെ കാൽക്കുലേഷൻ അടക്കം നമ്മൾ പഠിച്ചു. ഇനിയാണെന്താ, 3 ഡിഫറെൻറ്റ് മോഡിലാണ് ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നത്. ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നുണ്ടല്ലോ, അത് 3 മോഡിലാണ്. ഒന്നുമില്ല, കണ്ടക്ഷൻ, കൺവെൻഷൻ ആൻഡ് റേഡിയേഷൻ. തിയറി ചോദിക്കും, എളുപ്പമാണ്, ഞാൻ സിമ്പിളായിട്ട് എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് അതിലേക്ക് പോയിക്കൂടെ? ഈ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ? ഒന്നുമില്ല, നമ്മളെ കയ്യിൽ എന്തുണ്ട്, തീയുണ്ട്. ഒരു തീ ആള് തീയുന്ന കാട്ടു തീയടാ, അതിന് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഒരു മെറ്റൽ റോഡ്. നമ്മളെ കഥാനായകനായ കുറച്ച് ദിവസമായി ഇവനെ വിളിച്ചിട്ട്, നമ്മളെ കുട്ടപ്പൻ ഇവിടെ ഉണ്ട്. അവൻ്റെ കൈയാണ്, അത് അവൻ പിടിച്ചിട്ടുണ്ട്. മെറ്റൽ റോഡ് ഉണ്ട് ഇവിടെ. സോ ഇത് തീയാണ് കത്തണമെന്നൊക്കെ കൺസിഡർ ചെയ്യുക. ഈ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടപ്പൻ്റെ കൈ പൊള്ളുമല്ലോ. കാരണം അവിടെ നിന്നും ഹീറ്റ് ഇവിടെ എത്തുന്നത് കൊണ്ടല്ലേ കൈ പൊള്ളുന്നത്. സോ അതെങ്ങനെയാണ് ആ ഹീറ്റ് ഇവിടെ എത്തുന്നത്? ഇതിലൊക്കെ മോളിക്യൂൾസ് ഉണ്ട്, നമുക്കറിയാം. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആദ്യം ഇവിടെ അല്ലേ ചൂടാവുക, കാരണം അതല്ലേ നമ്മൾ തീമ കാണിച്ചത്. സോ ഇത് ചൂടായി കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്നും ഹീറ്റ് എടുത്ത് ഇതിന് കിട്ടും, അതിൽ നിന്നും ഹീറ്റ് എടുത്ത് അടുത്ത മോളിക്യൂൾസിന് കിട്ടും. അങ്ങനെ മോളിക്യൂൾസ് കൈമാറി എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഇവിടുന്ന് ഹീറ്റ് കിട്ടി. സോ അതെന്താക്കും, ഇങ്ങനെ തിരിഞ്ഞ് അടുത്തതിന് കൊടുക്കും. അടുത്തത് എന്താ ഉണ്ടാവുക, മോളിക്യൂൾ ഇവിടെ ഉണ്ടാവും, അത് ഇവിടുന്ന് മേടിച്ച്. ആൻഡ് അതെന്താക്കും, തിരിഞ്ഞ് അടുത്തതിന് കൊടുക്കും. അടുത്തത് എവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, അത് മേടിച്ച് തിരിഞ്ഞ് അടുത്തതിന് കൊടുക്കും. അങ്ങനെ എന്താവും, ഈ ഹീറ്റ് ട്രാൻസ്ഫർ ആയി വന്ന് കുട്ടപ്പൻ്റെ കൈ പൊള്ളും. യോ, അപ്പോൾ ഈ കൈ പൊള്ളുന്നുണ്ടല്ലോ. ഇങ്ങനെ ട്രാൻസ്ഫർ ആകുന്നതിന് പറയുന്ന പേരാണെന്നടാ കണ്ടക്ഷൻ. എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ ഡയറക്റ്റ് കോണ്ടാക്ട്. ഇറ്റ് ഈസ് ഡ്യൂ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞ് ഇവിടെ ടെമ്പറേച്ചർ കുറവാണ്. സോ കൂടിയതിൽ നിന്നും ഹീറ്റ് കുറഞ്ഞതിലേക്ക് പോകും. ആൻഡ് ഇറ്റ് മെയിൻലി ഇൻ സോളിഡ്സ്. കാരണം ഇങ്ങനെ മെറ്റലിലാണ് നമ്മൾ എന്താകുക, ഇത് കാണപ്പെടുക. ഹീറ്റ് ഫ്ലോസ് ഫ്രം ഹയർ ടെമ്പറേച്ചർ ടു ലോവർ ടെമ്പറേച്ചർ വിത്തൗട്ട് ആക്ച്വൽ ഫ്ലോ ഓഫ് മാറ്റർ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ മോളിക്യൂൾസ്
മോളിക്യൂൾസ് ഇവിടെ നിന്നും കിട്ടിയിട്ട് അവൻ ഇവിടത്തേക്ക് കൊടുക്കുകയാണോ ചെയ്യുന്നത് കുട്ടപ്പന്? അല്ല, അവൻ എന്താ ചെയ്യണത്? ഇവിടെ നിന്ന് കിട്ടിയിട്ട് അടുത്തതിന് കൊടുക്കുന്നു, ഇവിടെ നിന്ന് കിട്ടിയിട്ട് അടുത്തതിന് കൊടുക്കുന്നു. സോ ഇവിടെയുള്ള മാറ്ററിന് എന്തില്ല? മോശനില്ല. സാറിന് അത് ഇവിടുന്ന് എടുത്ത് ഇവിടെ കൊടുക്കുന്നു, ഇവിടുന്ന് എടുത്ത് ഇവിടെ കൊടുക്കുന്നു, ഇവിടുന്ന് എടുത്ത് ഇവിടെ കൊടുക്കുന്നു, അതല്ലേ സംഭവിക്കുന്നുള്ളൂ. സോ മാറ്ററിന് എന്തില്ല? മോശനില്ല. പക്ഷെ ഹീറ്റ് ട്രാൻസ്ഫർ ആകുന്നുണ്ട്. സോ അതാണ് എന്താ കണ്ടക്ഷൻ. ഇറ്റ് റിക്വയർഡ് മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോളിക്യൂൾസ് ഒക്കെ നിൽക്കാനൊരു സ്ഥലം വേണ്ടേ, എന്നാലല്ലേ അടുത്തതിനൊക്കെ കൊടുക്കാൻ പറ്റൂ. സോ ഇറ്റ് റിക്വയർഡ് മീഡിയം. ആൻഡ് ഇത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊടുത്തു പോകേണ്ടതല്ലടാ. സോ ഇറ്റ് ടേക്സ് ടൈം. ഇങ്ങനെ ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ കണ്ടക്ഷൻ സിമ്പിളായി. അത്രയേ ഉള്ളൂ. ഇതാണ് എന്താ കണ്ടക്ഷൻ. അടുത്ത കൺവെൻഷനിലേക്ക് പോയി കൂടെ? ഒന്നുമില്ല. കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താക്കി, ഇതേ കുട്ടപ്പൻ എന്താക്കി, ഗ്യാസ് ടമ്മിൽ വീണ്ടും തീ വെച്ചു. കുട്ടപ്പൻ ഇങ്ങനെ കാണുകയാണ്. സോ ഇവിടെ എന്ത് സംഭവിക്കും? ഈ വെള്ളം കുറേ സമയത്തിന് ശേഷം തിളക്കും. ഇതെന്താ സംഭവിക്കുന്നത്? ഇതിനടിയിൽ ചൂട് കിട്ടും. ചൂട് കിട്ടി കഴിഞ്ഞാൽ ഇതെന്താവും? മുകളിലേക്ക് പോകും. അല്ലാതെ കിട്ടാത്ത സാധനം താഴേക്ക് വരും. സോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇത് മൊത്തം എന്താവും? തിളക്കും. ഇവിടെയാണ് ഇങ്ങനെ തന്നെ എന്നാണ് പറയുന്നത്. എന്താ കൺവെൻഷൻ എന്ന് പറയുന്നത്? കണ്ടക്ഷൻ, ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ ആക്ച്വൽ മോഷൻ ഓഫ് മാറ്റർ എന്ന് പറഞ്ഞാൽ താഴെയുള്ളതിന് ചൂട് കിട്ടിക്കഴിഞ്ഞാൽ അതങ്ങ് മുകളിലേക്ക് പോകുന്നുണ്ട്. സോ കിട്ടാത്തവർ അടിയിൽ വരുന്നു, കിട്ടിയവർ മുകളിലേക്ക് പോകുന്നു, കിട്ടാത്തവർ അടിയിലേക്ക് വരുന്നു, കിട്ടിയവർ മുകളിലേക്ക് പോകുന്നു. സോ ഇവിടെ എന്ത് മൊത്തത്തിൽ മോഷൻ നടക്കുന്നുണ്ട്. സോ അതിനെയാണ് പറയുന്നത് കൺവെൻഷൻ. ഇറ്റ് ഈസ് പോസിബിൾ ഇൻ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസിനെയും ലിക്വിഡിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്താ? ഫ്ലൂയിഡ്സ്. സോ ഇറ്റ് ഈസ് പോസിബിൾ ഇൻ ഫ്ലൂയിഡ്സ്. അത്രയേ ഉള്ളൂ. കാരണം ഈ ലിക്വിഡും ഗ്യാസ് സ്റ്റേറ്റിലാണ് നടക്കുന്നത്. സോളിഡിലി ഈ മോളിക്യൂൾസിന് മോശം സംഭവിക്കുമോ? ഇല്ല. സോ മോളിക്യൂൾസ് മാറ്റില്ലാത്തതുകൊണ്ട് അതെന്താ അവിടെ എന്ത് സംഭവിക്കുന്നില്ല? ആക്ച്വൽ മോഷൻ ഓഫ് മാറ്റർ സംഭവിക്കുന്നില്ല. സോ അവിടെ എന്താ സംഭവിക്കുക? കണ്ടക്ഷൻ ആണ്. ഇവിടെ കൺവെൻഷൻ ആണ്. ഇറ്റ് റിക്വയർഡ് മീഡിയം. ഈ വെള്ളത്തിനൊക്കെ ഇങ്ങനെ പോയി കളിക്കാൻ എന്ത് ഒരു മീഡിയം വേണ്ടേ? സോ ഇറ്റ് റിക്വയർഡ് മീഡിയം. ഇത് 2 ടൈപ്പ് ഉണ്ട്. ഒന്നുമില്ല, ഒന്ന് നാച്ചുറൽ കൺവെൻഷനും, 2 ഫോഴ്സ്ഡ് കൺവെൻഷൻ. ഈ നാച്ചുറൽ കൺവെൻഷൻ എക്സാമ്പിൾ ആണ് എന്ത്? സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ പിന്നെ രണ്ടാമത് വരുന്നത് ഫോഴ്സ്ഡ് കൺവെൻഷൻ. ഒന്നുമില്ല, ഈ ഹൃദയം പമ്പീടുണ്ടല്ലോ, പമ്പ് ചെയ്യുമ്പോൾ നമ്മളെ ഈ ടെമ്പറേച്ചർ, ഈ രക്തം ഓടുന്നതെന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറും കൂടി മെയിൻറ്റെയിൻ ചെയ്യാനല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോഴ്സ് ചെയ്തിട്ട് നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് എന്ന് പറയുമ്പോൾ എന്തായി? ഈ ബ്ലഡ് പോയി. സോ എന്ന് പറയുമ്പോൾ വീണ്ടും പോയി. സോ അങ്ങനെ ഫോഴ്സ് ചെയ്ത് നമ്മൾ കൺവെൻഷൻ നടത്തുന്നതിനാണെന്ന് പറയാം ഫോഴ്സ്ഡ് എന്ന് പറയാം. നാച്ചുറൽ എന്ന് വെച്ചാൽ അത് നാച്ചുറലി സംഭവിക്കുന്നത്. നമ്മൾ അതിന് വേറെ എക്സ്റ്റേണൽ ഒന്നും കൊടുക്കണ്ട. ലാൻഡ് ബ്രീസ് നമ്മൾ പവർ കൊടുത്തില്ലെങ്കിലും ഹീറ്റ് കൊടുത്തില്ലെങ്കിലും കൊടുത്താലൊക്കെ അതവിടെ സംഭവിക്കും. സോ അതിന് നാച്ചുറൽ എന്ന് പറയും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇത് പക്ക അല്ലേ? അടുത്തതാണ് എന്താ? റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാ. നമ്മൾ സൂര്യൻ ആലോചിക്കുക. ഈ സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് എന്തെത്തുന്നുണ്ട്? ടെമ്പറേച്ചർ, ഇത് ഹീറ്റ് എത്തുന്നുണ്ട്. ഈ ഇങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് പറയുന്നത് റേഡിയേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് വിത്തൗട്ട് നീഡ് ഓഫ് മീഡിയം. ഇതിൻ്റെ ഇടയിൽ മീഡിയം ഉണ്ടോ? വേക്കത്തിലൂടെ ഒക്കെ ആ ഹീറ്റ് വരുന്നുണ്ടല്ലോ. സോ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് വിത്തൗട്ട് നീഡ് എ മീഡിയം. ഇറ്റ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. അവിടെ നിൽക്കുന്ന സൂര്യനിൽ നിന്നും ഇവിടെ നിൽക്കുന്ന ഭൂമിയിലേക്ക് എത്ര പെട്ടെന്നുകൊണ്ട് ഹീറ്റ് എത്തുന്നുണ്ട്. അതേ സ്ഥാനത്ത് ഇതും വയ്യാണ് അങ്ങനെ ഹീറ്റ് കൊടുക്കണമെങ്കിൽ എപ്പോഴെത്താനാടാ? സോ ഇറ്റ് ഈസ് ദ ഫാസ്റ്റസ്റ്റ്. ഓർത്ത് വെക്കാനും പ്രശ്നമില്ല. ഓൾ ടെമ്പറേച്ചർ എബോവ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -273.15 കെൽവിൻ എന്നുവെച്ചാൽ -273.15 കെൽവിൻ്റെ മുകളിലോട്ടുള്ള ഏതൊരു വസ്തുവും നമ്മൾ എന്ത് എമിറ്റ് ചെയ്യുന്നുണ്ട്? ഈ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചില ഇതിൽ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ പാമ്പിൻ്റെ ഒക്കെ കണ്ണിൽ കൂടെയുള്ള വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മറ്റേ റെഡായിട്ടും മനുഷ്യൻ്റെ ഓരോ പാർട്ടിലുള്ളതൊക്കെ റെഡ്, പച്ച, നീല അങ്ങനെയൊക്കെ പല ഇതുണ്ട്. അപ്പോൾ ഓരോ ടെമ്പറേച്ചറുള്ള വസ്തു ഓരോ ടൈപ്പ് റേഡിയേഷൻസ് പുറത്തു വിടുന്നുണ്ട്. ആ റേഡിയേഷൻ കണ്ടുപിടിക്കുന്ന ആ ഇമേജാണ് നിങ്ങൾ കാണുന്നത്. ഈ റെഡായിട്ടൊക്കെ ഉള്ള സോ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേഡിയേഷനാണ്. സോ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിൻ്റെ മുകളിലുള്ള ഏതൊരു വസ്തുവും റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് തെർമൽ റേഡിയേഷൻ. ഓർത്ത് വെക്കുക, സിമ്പിളാണ്. ഇത്ര മാത്രമേ ഉള്ളൂ. എന്താ? കണ്ടക്ഷൻ, കൺവെൻഷൻ ആൻഡ് റേഡിയേഷൻ. സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് ലാൻഡ് ബ്രീസ് ആൻഡ് മറ്റേ സീ ബ്രീസിലേക്ക് പോയി കൂടെ? ലെറ്റ്സ് ഗോ. അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് എന്താ? സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ്. എൻ്റെ ഫിഗറൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയായിരിക്കും. ബട്ട് ഇതിൽ ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചോളാം. എന്താണ് സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ്? ഫസ്റ്റ് നമുക്ക് സീ ബ്രീസ് നോക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പകൽ സമയത്ത് ഈ കരയും കടലും ചൂടാവുക ഒരേപോലെയാണോ? അല്ല.
എന്തുകൊണ്ടാണ്? ഈ കടൽ എന്ന് പറഞ്ഞാൽ അതിൽ വെള്ളമുണ്ട്. ഈ വെള്ളത്തിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കരയേനേക്കാളും എന്താ കുറച്ച് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണെങ്കിൽ എന്തായിരുന്നു അർത്ഥം? അതിന് കൂടുതൽ ഹീറ്റ് കിട്ടിയാൽ മാത്രമേ അതിൻ്റെ ടെമ്പറേച്ചർ റേസ് ആവും. അതേ സ്ഥാനത്ത് കരയ്ക്ക് അത്ര ഹീറ്റ് വേണ്ട, ടെമ്പറേച്ചർ റേസ് ആവുക. അങ്ങനെയാണെങ്കിൽ ഈ കര ഏകദേശം ഒരു 35 ഡിഗ്രി ആകുന്ന സമയത്ത് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ വേണ്ട ഒരു 40 ഡിഗ്രി ആകുന്ന സമയത്ത് ഈ കടൽ ഒരു 30 ഡിഗ്രി ആയി എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ കരേൻ്റെ മുകളിലുള്ള എയറില്ലേ എന്താവും? കടലിൻ്റെ മുകളിലേക്കാളും എയറിനേക്കാളും കുറച്ചുകൂടി ചൂടാവുമല്ലോ. കുറച്ച് ചൂടായി കഴിഞ്ഞാൽ അതിനെന്ത് സംഭവിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഡെൻസിറ്റി കുറയും. ഡെൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ആ വാം എയർ എങ്ങോട്ടേക്ക് പോകും? മുകളിലേക്ക് പോലും. ഡെൻസിറ്റി കുറഞ്ഞ സമയം മുകളിലേക്ക് പോകും എന്ന് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ വാം എയർ എന്തായി? മുകളിലേക്ക് പോയി. വാം എയർ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ സീൻ്റെ മുകളിലുള്ള എയറിൻ്റെ പ്രത്യേകത എന്തായിരിക്കും എന്നറിയോ? ഇത്രയും ചൂടായിരിക്കും ഇതിൻ്റെ മുകളിലെ എയർ, കാരണം ഇത് അത്ര ടെമ്പറേച്ചർ കൂടിയിട്ടില്ല. സോ അവിടെ ഉള്ളത് കുറച്ചുകൂടി കൂളായിരിക്കും. ഈ കൂൾ എയർ ഇവിടെ മുകളിലേക്ക് പോയി വാം എയർ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാവും. സോ ആ പ്രഷർ ഉണ്ടാവില്ല, കുറവായിരിക്കും. ഇവിടെ ലോ പ്രഷർ റീജിയനാണ്. അടുത്ത നമ്മളെ ടോപ്പിക്കാണ് എന്താ? അടുത്ത നമ്മളെ ടോപ്പിക്കാണ് എന്താ? സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ്. ഇതിൻ്റെ ഫിഗറൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയായിരിക്കും. ബട്ട് ഇതിൽ ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക. ഫസ്റ്റ് നമുക്ക് സീ ബ്രീസ് എന്താണെന്ന് നോക്കാം. ഒന്നുമില്ലടാ, ഈ പകൽ സമയത്ത് കരയും കടലും ചൂടാവുന്നത് ഒരേപോലെയാണോ? അല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ കടലിൽ എന്താ വെള്ളമാണുള്ളത്. ഈ വെള്ളത്തിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഈ കരയിനേക്കാളും കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഹീറ്റ് കിട്ടിയാൽ മാത്രമേ അതിൻ്റെ ടെമ്പറേച്ചർ കൂടും. അതാണല്ലോ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അങ്ങനെയാണെങ്കിൽ ഈ പകൽ സമയത്ത് ഇതിന് ഒരേപോലത്തെ ഹീറ്റാണ് കിട്ടുന്നത്. ബട്ട് ഈ ഹീറ്റ് കിട്ടിയത് കൊണ്ട് ഇതിൻ്റെ ടെമ്പറേച്ചർ 40 ഡിഗ്രി ആയി എന്ന് വെച്ചോ. അതേ സമയത്ത് ഇതിൻ്റെ ടെമ്പറേച്ചർ ഏകദേശം 30 ഡിഗ്രി ആവും. ഇതൊരു റഫ് കാൽക്കുലേഷൻ ആട്ടോ, സോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഈ 40 ഡിഗ്രി ആയി കഴിഞ്ഞാൽ ഈ കരേൻ്റെ മുകളിലുള്ള എയറില്ലേ, ഈ കടലിൻ്റെ മുകളിലെ എയറിനേക്കാളും ചൂടായിരിക്കുമല്ലോ. സോ ഈ വാം എയർ ആവും ഈ കരേൻ്റെ മുകളിൽ. ആ സമയത്ത് അതിൻ്റെ ഡെൻസിറ്റി എന്താവുക? കുറയും. ഡെൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ വാം എയർ എന്താവും? മുകളിലേക്ക് പോവും. ആ സമയത്ത് ഇവിടെ എന്താവും? ഒരു ലോ പ്രഷർ റീജിയൻ അനുഭവപ്പെടും. ഈ വാം എയർ എന്താവും? മുകളിലേക്ക് പോവും. വാം എയർ മുകളിൽ കഴിഞ്ഞാൽ ഇവിടെ ലോ പ്രഷർ റീജിയൻ ഉണ്ടാവും. സോ ആ സമയത്ത് ഈ കടലിൻ്റെ മുകളിലുള്ളത് എന്തായിരിക്കും? കൂൾ എയർ ആയിരിക്കും ആസ് കമ്പയറിങ് ടു ലാൻഡിൻ്റെ മുകളിലുള്ളത്. സോ ആ കൂൾ എയർ ഈ പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് എന്ത് വരും? അടിച്ച് കയറും. ഫും 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 എന്ന് അടിച്ച് കയറും. സോ നമുക്ക് ഈ പകലിൽ നമുക്ക് ബീച്ചിൻ്റെ സൈഡൊക്കെ പോയി ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താകും? തണുത്ത കാറ്റ് കിട്ടൂലേ. അതിനെയാണ് എന്ത് പറയടാ? സീ ബ്രീസ്. സീയിൽ നിന്നും ലാൻഡിലേക്ക് അടിക്കുന്ന ബ്രീസാണ് സീ ബ്രീസ്. അത് ഡേ ടൈമിലാണ് ഉണ്ടാവുക. എന്താ പറയുക? കൂൾ സീ ബ്രീസ് എന്താവും? കടലിൽ നിന്നും കരയിലേക്ക് അടക്കും. അതാണ് സീ ബ്രീസ് എന്ന് പറയാം. അതിൻ്റെ ഇതിലേക്ക് പോയി കൂടെ. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ഡേ ടൈം. ഓക്കെയാണ്, നമുക്കറിയാം. ഇൻ ഡേ ടൈം ലാൻഡ് ഗെറ്റ് ഹീറ്റഡ് ഫാസ്റ്റർ ദാൻ സീ. എന്തുകൊണ്ട്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ കൂടുതലായതുകൊണ്ട്. ആസ് എ റിസൾട്ട് എയർ എബോവ് ദ ലാൻഡ് ബിക്കം വാം ആൻഡ് റൈസസ് അപ്വാർഡ്സ്. ഇതിൻ്റെ മുകളിലുള്ള എയർ മുകളിലേക്ക് പോകും. ആൻഡ് ലോ പ്രഷർ റീജിയൻ ഇവിടെ ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം എയർ എബോവ് ദ സീ ലെവൽ ഈസ് കൂൾ. അത് നമുക്കറിയാം. ദിസ് കൂൾ എയർ മൂവ്സ് ഫ്രം സീ ടുവേർഡ്സ് ദ ലാൻഡ്. സീയിൽ നിന്നും ലാൻഡിലേക്ക് പോവും. ഇതിനെയാണ് എന്ത് പറയുക? സീ ബ്രീസ് എന്ന് പറയുക. പക്ക അല്ലേ? സെറ്റല്ലേ? ഇനി അടുത്ത് നോക്കിക്കൂടെ? ലാൻഡ് ബ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാത്രി ആവുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഹീറ്റ് സപ്ലൈ നമുക്ക് നിന്നു. കാരണം സൂര്യൻ പോയി, അവിടെ എന്ത് വന്നു? ചന്ദ്രേട്ടൻ വന്നു കഴിഞ്ഞാൽ ഈ പകലിൽ ഇതിന് രണ്ടിനും ഒരേ പകലിൽ രണ്ടിൻ്റെയും ടെമ്പറേച്ചർ മാറിയിട്ടുണ്ട്. ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടിക്കഴിഞ്ഞാൽ പ്രത്യേകത എന്താ പറയുക? നിങ്ങൾ ഈ മെല്ലെ ടെമ്പറേച്ചർ കൂട്ടുന്നെങ്കിലും മെല്ലെ മാത്രമേ ടെമ്പറേച്ചർ കുറയുകയും ചെയ്യും. അതേ സ്ഥാനത്ത് രാത്രിയാകുന്ന സമയത്ത് ലാൻഡിൻ്റെ ടെമ്പറേച്ചർ പെട്ടെന്നൊരു 30 ഡിഗ്രി ആയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സീൻ്റെ ടെമ്പറേച്ചർ ഒരിക്കലും 30-നേക്കാളും കുറവല്ലാവുക. അതിനേക്കാളും ലാൻഡിനെ അപേക്ഷിച്ച് കൂടുതലാവുക. ഒരു 30 ഡിഗ്രി ഇതാണെങ്കിൽ അത് 40 ഡിഗ്രി. കാരണം അതിൻ്റെ ടെമ്പറേച്ചർ മെല്ലെ കുറയും. അപ്പോൾ എന്ത് സംഭവിക്കും? സെയിം പരിപാടി. ഇവിടെയുള്ള എന്താവും? ഇതിൻ്റെ മുകളിലുള്ള എയറിനേക്കാളും കൂടുതൽ വാം എയർ എന്താവും? ഡെൻസിറ്റി കുറഞ്ഞ് മുകളിലേക്ക് പോകും. സോ വാം എയർ മുകളിലേക്ക് പോയി.
വാം എയർ മുകളിലേക്ക് പോയി. ഇത് കറുത്തത് വാം എയർ പോണതാട്ടോ. സോ വാം എയർ മുകളിലേക്ക് പോയാൽ അവിടെ ഒരു ലോ പ്രഷർ റീജിയൻ ഉണ്ടാവും. ആ സമയത്ത് കരേൻ്റെ മുകളിലുള്ളത് ഇതിനേക്കാളും തണുത്തിരിക്കുന്ന കൂൾ എയർ ആയിരിക്കും. സോ ആ പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് അതെന്താവും എന്ന് പറഞ്ഞ് അടിക്കും. അതിൽ ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസ് ഇതിലുണ്ട്, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അടിക്കും. അതിനെയാണ് എന്ത് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂൾ ലാൻഡ് ബ്രീസ് അങ്ങോട്ടേക്ക് അടിക്കും. അതെന്താവും, അതിനെയാണ് എന്ത് പറയുക, ഈ അടിക്കുന്ന കേട്ടോ ലാൻഡ് ബ്രീസ്, അതിനാണ് എന്ത് പറയുക, ലാൻഡ് ബ്രീസ് എന്ന് പറയുക. ആൻഡ് അത് സംഭവിക്കുക എപ്പോഴാ, നൈറ്റിലാണ്. സോ ലാൻഡിൽ നിന്നും സീയിലേക്ക് പോകുന്നതാണ് ലാൻഡ് ബ്രീസ്, സീയിൽ നിന്നും ലാൻഡിലേക്ക് പോകുന്നതാണ് സീ ബ്രീസ്. ആൻഡ് ഇതിന്റെ തിയറി നോക്കിക്കൂടെ, കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ഇറ്റ് ഒക്കേഴ്സ് അറ്റ് ഇവിടെ ഡേ ടൈം ആണെങ്കിൽ ഇത് നൈറ്റ്. അറ്റ് നൈറ്റ് ദ ലാൻഡ് ലോസ് ഹീറ്റ് ഫാസ്റ്റർ ദാൻ സീ, സോ സീ ലാൻഡ് ബിക്കം കൂളർ ക്വിക്ലി. സിമ്പിൾ. ആൻഡ് അറ്റ് ദ സെയിം ടൈം സീ റിമെയിൻസ് വാം അറ്റ് നൈറ്റ്. കാരണം അതിൻ്റെ മുകളിലുള്ള എന്ത് വെള്ളം ചൂടാണ്, സോറി വെള്ളമല്ല എയർ ചൂടാണ്. സോ അതെന്താവും, റേസ് അപ്വേർഡ്സ്, ലോ പ്രഷർ റീജിയൻ ക്രിയേറ്റ് ആവും. ആൻഡ് ഡ്യൂ ടു ദിസ് കൂൾ എയർ ഫ്രം ലാൻഡ് എന്താ ടുവേർഡ്സ് സീ അടക്കും. അതിനെയാണ് എന്ത് പറയുക, ലാൻഡ് ബ്രീസ് എന്ന് പറയുക. സിമ്പിൾ അല്ലേ, മനസ്സിലായില്ലേ, എളുപ്പമല്ല. ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുക, ഇങ്ങനെ എന്താക്കുക, വൃത്തിക്ക് നോട്ട് ചെയ്താൽ അടുത്ത ഒരു ചെറിയ ടോപ്പിക്ക് കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ക്ലാസ് കഴിയും. അതാണ് എന്താ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. അതിലേക്ക് പോവാ, ലെറ്റ്സ് ഗോ. ഫൈനൽ ടോപ്പിക് ആണ് എന്താ തെർമൽ കണ്ടക്ടിവിറ്റി ആൻഡ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ഇതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ്ലി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ അതിലേക്ക് പോയി കൂടെ, എന്താണ് തെർമൽ കണ്ടക്ടിവിറ്റി? തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മെറ്റീരിയൽസിലും ഒരുപോലെയാണോ ഹീറ്റ് ഫ്ലോ ചെയ്യുക? അല്ല. ചിലതിലൂടെ സ്പീഡ് പോവും, ചിലതിലൂടെ മെല്ലെ പോവും. അതെന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ? അതുകൊണ്ടല്ലേ മെല്ലെയും സ്പീഡിൽ ഒഴുകുന്നത്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നുമില്ല, നമ്മളൊരു മെറ്റൽ റോഡ് കൺസിഡർ ചെയ്തു. അതിൻ്റെ ഒരറ്റത്ത് ടെമ്പറേച്ചർ T1, ഒരറ്റത്ത് ടെമ്പറേച്ചർ T2. സോ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഫ്ലോ ചെയ്യൂ. എന്ന് വെച്ചാൽ T1 കൂടുതലാണ്, T2 കുറവാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ T1 നിന്നും T2ലേക്ക് ഒരു ഹീറ്റ് ഫ്ലോ ചെയ്യും. ഓക്കെ, ഇതിൻ്റെ റോഡിൻ്റെ ലെങ്ത് എല്ലാന്ന് കൺസിഡർ ചെയ്യുക. ഇതിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ എ ആണ് കൺസിഡർ ചെയ്യുക. ഇതിൻ്റെ ഏരിയ എ ആണെന്നും ഇതിൻ്റെ ലെങ്ത് L ആണെന്നും കൺസിഡർ ചെയ്യുക. പക്ക അല്ലേ? അതുവരെ ഓക്കെ ആണ്. സോ ഈ ചേഞ്ചിന് എന്ന് വെച്ചാൽ ഹീറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ്, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് എന്തിനൊക്കെ പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഒരു എക്സാമ്പിൾ നോക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ എൻഡിൽ, മറ്റേ എൻഡിൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ എൻഡിൽ 20 ഡിഗ്രി സെൽഷ്യസ് ആണ്, മറ്റേ എൻഡിൽ 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ഇതിലൂടെ ആയിരിക്കും പെട്ടെന്ന് ഹീറ്റ് ഫ്ലോ ചെയ്യുക? ഇതിലൂടെ അല്ലേ, 100ൽ നിന്നും 0ലേക്കല്ലേ. കാരണം എന്താ, അവിടെ ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുതലാണ്. സോ ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുതലാണെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റും കൂടുതലായിരിക്കും. സോ ടെമ്പറേച്ചർ ഡിഫറൻസിന് അത് പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെ ചെറിയൊരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഇത് വലിയൊരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. സോ ഇത് ചെറുത്, ഇത് വലുത്, ഏതിൽ കൂടിയായിരിക്കും പെട്ടെന്ന് ഹീറ്റ് ഫ്ലോ ചെയ്യുക? ഈ വലുത് കൂടിയല്ലേ. സോ ഏരിയ ക്രോസ് സെക്ഷന് അത് പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു റോഡിൻ്റെ ലെങ്ത് ഇത്ര മാത്രം, ഒരു റോഡിൻ്റെ ലെങ്ത് ഇത്രയും വലുത്, ഇത് L1, ഇത് L2. സോ ഏതിൽ കൂടിയായിരിക്കും പെട്ടെന്ന് ഹീറ്റ് ഫ്ലോ ചെയ്യുക? ഏതിലായിരിക്കും പെട്ടെന്ന് ഈ അറ്റത്തെത്ത്? ഏതിലൂടെ ആയിരിക്കും? ലെങ്ത് കുറഞ്ഞതിലൂടെ അല്ലേ. സോ ലെങ്ത് കുറഞ്ഞതിലൂടെ ഫ്ലോ ഓഫ് ഹീറ്റ് കൂടുതലായിട്ട് പോകും. ലെങ്ത് കുറഞ്ഞതിലൂടെ ഫ്ലോ ഓഫ് ഹീറ്റ് കൂടുതൽ പോകും. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. വെരി ഗുഡ്, സിമ്പിൾ. സോ ഇതാണ് നമ്മളെ ഇക്വേഷൻ. സോ ഈ പ്രൊപ്പോർഷണാലിറ്റി നമുക്ക് മാറ്റിക്കൂടെ? അതിന് നമ്മൾ എന്തായിരുന്നു ചെയ്യുക? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു A ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ലെങ്ത് L. ഈ K ആണ് എന്തടാ? തെർമൽ കണ്ടക്ടിവിറ്റി. ഇതൊരു പ്രോപ്പർട്ടിയാണ്, ഇത് പ്രോപ്പർട്ടി ഓഫ് ഒരു മെറ്റീരിയൽ ആണ്. ആൻഡ് ഈ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോൺസ്റ്റന്റ് ആണ്. ഈ കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ മാറ്റി ഒരു കോൺസ്റ്റന്റ് കിട്ടില്ല. അതാണ് ഈ തെർമൽ കണ്ടക്ടിവിറ്റി. ഈ തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതലാണ് നമ്മൾ പറയുന്ന ഒരു മെറ്റീരിയലിന്. അതിനർത്ഥം എന്താ? തെർമൽ കണ്ടക്ടിവിറ്റി കൂടിയാണെങ്കിൽ ഫ്ലോ ഓഫ് ഹീറ്റ് കൂടും. കാരണം ഇൻഡു അല്ലേ വരുന്നത്. സോ തെർമൽ കണ്ടക്ടിവിറ്റി കൂടിയാൽ ഫ്ലോ ഓഫ് ഹീറ്റ് കൂടും. സോ തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗുഡ് തെർമൽ കണ്ടക്ടർ ആണെന്ന് പറഞ്ഞാൽ അതിലൂടെ പെട്ടെന്ന് ഹീറ്റ് ഫ്ലോ ചെയ്യും. ഈ തെർമൽ കണ്ടക്ടിവിറ്റി കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ K വാല്യൂ കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പുവർ തെർമൽ കണ്ടക്ടർ ആണ്. അതിൽ നിന്ന് മെല്ലിയേ ഹീറ്റ് ഫ്ലോ ചെയ്യൂ. സോ നമുക്ക് ഏതിൽ പോയിക്കൂടെ? It is a properties of a material. അത് ഓക്കെ. ഗ്രേറ്റർ K വാല്യൂ മീൻസ് ഗ്രേറ്റർ സ്പീഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ.
ഓക്കെ, അത് നമ്മൾ പറഞ്ഞു. മെറ്റൽ ഹാവ് ഹൈ കെ വാല്യൂ എന്ന് പറഞ്ഞാൽ മെറ്റൽ അല്ലേ നോൺ മെറ്റലിനെ അപേക്ഷിച്ച് ഈ ഇരുമ്പൊക്കെ അല്ലേ പെട്ടെന്ന് ഹീറ്റിനെ ഫ്ലോ ചെയ്യിക്കുന്നത്. സോ മെറ്റൽ ഹാവ് ഹൈ കെ വാല്യൂ, അതുകൊണ്ട് അതിനെ ഗുഡ് തെർമൽ കണ്ടക്ടർ എന്ന് പറയുന്നു ദാൻ നോൺ മെറ്റലിനെ അപേക്ഷിച്ചിട്ട്. ഗ്യാസസ് ആർ പുവർ തെർമൽ കണ്ടക്ടർ. ഗ്യാസ് എന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്നുകൊണ്ട് ഹീറ്റ് കടത്തി വിടൂല, അതുകൊണ്ട് അതിൻ്റെ കെ വാല്യൂ കുറവാണ്. അതിനർത്ഥം എന്താ, അതൊരു പുവർ തെർമൽ കണ്ടക്ടർ ആണ്. സോ തെർമൽ കണ്ടക്ടിവിറ്റി പക്ക അല്ലേ, സെറ്റ് അല്ലേ? ഇനി നമുക്ക് അടുത്തതിലേക്ക് പോയി കൂടാ. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ഒന്നുമില്ലടാ, നമുക്ക് എളുപ്പത്തിൽ നോക്കാം. നമ്മളെ കയ്യിൽ എന്തുണ്ട്? എല്ലാ തവണ എടുക്കണ പോലെ 80 ഡിഗ്രി സെൽഷ്യസ് തിളക്കണ ചായ ഉണ്ട്. അതവിടെ വെച്ചല്ലോ. ആൻഡ് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഏകദേശം 30 ഡിഗ്രി സെൽഷ്യസ് ആണ് കൺസിഡർ ചെയ്യുക. ഇതിന് കുറേ സമയം അവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ ചായയിൽ നിന്നും ഹീറ്റ് ലോസ് ആവുമല്ലോ. ഈ ഹീറ്റ് ലോസ് ആകുന്ന റേറ്റ് എങ്ങനെയായിരിക്കും? ആദ്യം തന്നെ നമ്മളൊരു 30 ജൂള് നഷ്ടപ്പെട്ട്, പിന്നെ 50 ജൂള് നഷ്ടപ്പെട്ട്, കുറച്ചുകൂടി കഴിഞ്ഞ ഒരു 100 ജൂള് നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞ ഒരു 20 ജൂള് നഷ്ടപ്പെട്ട്, അങ്ങനെ ആയിരിക്കുമോ ഹീറ്റ് ഫ്ലോ ചെയ്യുക? അല്ലെങ്കിൽ എല്ലാ സമയവും 30 ജൂള് വെച്ചാണോ നഷ്ടപ്പെടുക? ഞാൻ ഏകദേശം വാല്യൂ എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ആദ്യം 50 ജൂള് നഷ്ടപ്പെട്ട്, പിന്നെ ഒരു 40 ജൂള് നഷ്ടപ്പെട്ട്, പിന്നെ ഒരു 30 ജൂള് നഷ്ടപ്പെട്ട്, 20 ജൂള് നഷ്ടപ്പെട്ട്, ഏതായിരിക്കും സാധ്യത? ഏത് രീതിക്ക് ഹീറ്റ് ലോസ് ആവാനായിരിക്കും സാധ്യത? ഈ രണ്ടാമത്തെ രീതിക്കല്ലേ? ഈ രണ്ടാമത്തെ രീതിക്കാണ് ഹീറ്റ് ലോസ് ആവാൻ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 80 ഡിഗ്രി സെൽഷ്യസ് ഉള്ള സമയത്ത് ഇതിന് 30 ഡിഗ്രി സെൽഷ്യസ് ആണ് സറൗണ്ടിങ്സ്. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് ഹീറ്റ് ലോസ് ആവും. വീണ്ടും ഹീറ്റ് ലോസ് ആയി, ഇതൊരു 70 ഡിഗ്രി ആയി എന്ന് പറഞ്ഞോ, അപ്പോൾ ഹീറ്റ് ലോസ് ആകുന്ന റേറ്റ് വീണ്ടും കുറയും. ആൻഡ് അതൊരു 40 ഡിഗ്രി ആയി എന്ന് പറഞ്ഞോ, ആൻഡ് ഹീറ്റ് ലോസായി അപ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് ലോസിൻ്റെ റേറ്റ് എന്താവും? കുറഞ്ഞു വരും. അവിടെ എന്തിനാണ് പ്രപ്പോർഷണലി? ഇതിൻ്റെ ടെമ്പറേച്ചർ എന്താ? ടെമ്പറേച്ചർ ഓഫ് ബോഡി ആയി TB ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇത് ടെമ്പറേച്ചർ ഓഫ് സറൗണ്ടിങ്സ് TS ആയിട്ട് കൺസിഡർ ചെയ്യുക. സോ ഇതിൻ്റെ ഡിഫറൻസ് കൂടുമ്പോൾ ഹീറ്റിൻ്റെ ലോസ് കൂടുന്നുണ്ട്. സോ 80-30 ആകുമ്പോൾ ഡിഫറൻസ് 50 ആണ്. സോ ഹീറ്റിൻ്റെ ലോസ് കൂടുന്നുണ്ട്. സോ ഈ ഹീറ്റിൻ്റെ ലോസ് എന്തിന് പ്രപ്പോർഷണൽ ആയിരിക്കും? അതുണ്ടാവുന്ന ടെമ്പറേച്ചറിൽ ഡിഫറൻസിന്, ബോഡി ആൻഡ് സറൗണ്ടിങ്സിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസിന് പ്രപ്പോർഷണൽ ആയിരിക്കും. സോ ഹീറ്റ് ലോസ് ആയതുകൊണ്ട് നമ്മൾ അതിനെന്താക്കണേ? ഒരു മൈനസ് വിട്ട് സൂചിപ്പിക്കണേ. ഹീറ്റ് ലോസ് ആണ് ഇത് ഉദ്ദേശിക്കുന്നത്. സോ അതെന്തിന് പ്രപ്പോർഷണലാണ്? അതിൻ്റെ ബോഡീൻ്റെയും സറൗണ്ടിങ്സിൻ്റെ ടെമ്പറേച്ചറിന് പ്രപ്പോർഷണൽ അല്ല. സോ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റണമെങ്കിൽ നമ്മൾ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ K കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ K ഡിവൈഡഡ് ബൈ TB മൈനസ് TS. ഇതാണ് എന്താ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിൻ്റെ ഇക്വേഷൻ. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇതിൻ്റെ TB എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഓഫ് ബോഡി, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഓഫ് സറൗണ്ടിങ്സ്. ഈ മൈനസ് ഇടുന്നതെന്ന് വെച്ചാൽ ഹീറ്റ് ലോസിനാന്നൊക്കെ പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യുക. ആൻഡ് ദ റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഡിഫറൻസ് ഓഫ് ബോഡി ആൻഡ് സറൗണ്ടിങ്സും കൂടി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തിയറി, ന്യൂമറിക്കൽസ് ഒക്കെ പക്കായി. ആൻഡ് ഇതിൽ നിന്ന് വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞു സെപ്പറേറ്റ് വീഡിയോ ആണെന്ന്, ഞാൻ മാക്സിമം ചെയ്യാൻ ശ്രമിക്കാം. ഇത്ര മാത്രമേ ഉള്ളൂ നമ്മളെന്ത് ചാപ്റ്റർ. നിങ്ങൾക്കൊക്കെ ചാപ്റ്റർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങളൊക്കെ സ്വീകരിക്കുന്നുണ്ട്, എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതിലും സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എന്താക്കാം, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇനി എന്ത് ചേഞ്ച് ആണോ ഞാൻ ഇതിൻ്റെ ക്ലാസ്സിൽ എടുക്കുന്നതിലൊക്കെ വരുത്തേണ്ടത് അതൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളിപ്പോൾ ഏത് പ്രഷറിലെ സിറ്റുവേഷനിലാണോ എന്തിലാണ് പോകണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തിൻ്റെ ഒരു ഹെൽപ്പറായിട്ട്, ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് കണക്കാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ആൻഡ് നമുക്ക് എന്താക്കാം, ഇനി തെർമോഡൈനാമിക്സ് ആയിട്ട് കാണാം. അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സി യു. പോയിട്ട് ചെയ്ത് നോക്കുക, വൃത്തിക്ക് നോട്ട് ചെയ്താൽ പഠിക്കുക ഒക്കെ സെറ്റാവും. നിങ്ങൾ ഇടുന്ന എഫേർട്ട് ഒന്നും വെറുതെ ആവത്തില്ല, 100% ഗ്യാരണ്ടി. അത്രയേ ഉള്ളൂ. ടാറ്റാ.